ക്ലാസ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വരുവാണ്. माधव कुंज बिहारी गोपी जन वल्लभ गिरिवरधारी जय राधा माधव कुंज बिहारी गोपी जन वल्लभ गिरिवरधारी हरे राम 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 हरे 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 कृष्णा कृष्णा हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे हरे गोविंद जय जय गोपाल जय जय राधा रमण हरे गोविंद जय जय गोविंद जय जय गोपाल जय जय राधा रमण हरे गोविंद जय जय कृष्णा कृष्णा हरे 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 राम 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 हरे हरे वृंदावन धाम की जय, मथुरा धाम की जय, मायापुर धाम की जय, नवद्वीप धाम की जय। गौर प्रेमानंदे हरि 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 बोल। गुरु महाराज की जय, प्रभात की जय।
ഇനി നമുക്ക് മംഗളാചരണം ചെയ്യാം. അത് മൈക്ക് ശരിക്കല്ല ഇരിക്കണം. ശബ്ദം സമാധാനത്തിന് ശബ്ദം വരാത്ത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മംഗളാചരണം ചെയ്യാം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമയം ദദാതി സ്വപദാദികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതപദകമലം ശ്രീഗുരോൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാനിധം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണരഘുനാഥാം ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപീശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപേശ കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ വിഷ്ണുപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനീ നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതരായ വാസാദി ഗൗരവഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അത് എന്നിലൂടെ നിങ്ങളിലേക്ക് പറഞ്ഞു തരാൻ കഴിയട്ടെ എന്ന് ഞാൻ എൻ്റെ ഗുരുമാരോടും പിന്നെ പ്രഭുവാരോടും പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. അതേപോലെ നിങ്ങളുടെ എല്ലാവരുടെയും കൃപ ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് രണ്ടക്ഷരം പറയാനും സാധിക്കുള്ളൂ. ഹരേ കൃഷ്ണ. ജയ ശ്രീരാമകൃഷ്ണ. അപ്പോൾ ഇന്ന് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളത് ഉപദേശാമൃതമാണ്. ഉപദേശാമൃതം ഇതിന് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഉപദേശാമൃത പുസ്തകം ഞാൻ കാണുന്ന സമയത്തൊക്കെ പുസ്തകം ഓർമ്മയുണ്ട് ഈ പുസ്തകം? അതായത് ഈ പുസ്തകത്തിൽ പറയുന്നത് നമുക്ക് ഭക്തിയിൽ ഉയരാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ ഇവിടെയുള്ള എല്ലാവരും നാമം ചൊല്ലി തുടങ്ങിയില്ലേ? വരുന്ന കൃഷ്ണനെ ആദ്യം പിടിച്ച് നമ്മളെ ആദ്യം കൃഷ്ണനെ പിടിച്ച് കൃഷ്ണനാണ് ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ വന്ന് കളിയാടിയിട്ട് നമുക്കിങ്ങനെ സന്തോഷമൊക്കെ തരുന്നത്. അപ്പോഴാണ് നമ്മൾ കൃഷ്ണനെ ഇങ്ങനെ നോക്കണത് അല്ലെ. ആ കുഞ്ഞിക്കാലായിട്ടുള്ള കഥകളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കേട്ടു അല്ലെ. ഇവിടെ അരവിന്ദ് പ്രഭു അരിപ്പ പ്രഭു ക്ലാസ് എടുക്കുമ്പോ എങ്ങനെയാ പറയല്? കണ്ണന്റെ വർണ്ണനകൾ ഇങ്ങനെ പറയും അല്ലെ. അപ്പൊ അമ്മമാരുടെ മനസ്സിലൊക്കെ അതിങ്ങനെ എന്തായി? നല്ല ഈ കണ്ണനെ ഞാൻ എത്ര കാലം അറിയാഞ്ഞ് ഇങ്ങനെ ഒരു സംഘം ഉണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് പിന്നെ ദിവസം വരാൻ തുടങ്ങി അല്ലേ. ഹരേ കൃഷ്ണ. അത് ഞാനിവിടെ എന്താ പറയാ, ഈ വ്യാസപീഠം കിട്ടിയപ്പോ
ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറുന്ന വർത്താനം പറയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കാര്യം വിട്ടുപോയി. എനിക്ക് പിന്നെ ചെറിയൊരു സേവ തന്ന സുസ്മിത മാതാജിക്കും പിന്നെ അതേപോലെ തനിത്തമ്മ കൃഷ്ണചന്ദ്രദാസ് പ്രഭുവിനും പ്രത്യേകം നന്ദി പറയുന്നു. ഹരേ കൃഷ്ണ. അവരുടെ കൃപ പിന്നെ അതേപോലെ തന്നെ എല്ലാ ഗുരുക്കന്മാരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഉപദേശാർത്ഥം ക്ലാസ് തുടങ്ങാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എത്തിയില്ലേ? എങ്ങനെ ഇവിടെ ഈ സത്സംഗത്തിലെത്തി. ഈ സത്സംഗത്തിലെത്തിയപ്പോ നമ്മള് മാല ചൊല്ലാൻ പഠിച്ചു അല്ലേ? പിന്നെ ഈ സത്സംഗത്തിന്റെ റൂട്ടീനായിട്ട് നമ്മൾ എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇപ്പൊ ഫസ്റ്റ് വന്നപ്പോ മംഗളാരതി കണ്ടു അല്ലെ? സംസാരദാവാ. അത് കഴിഞ്ഞിട്ട് എന്താ നേരെ തുളസി മഹാറാണിക്ക് ചേരും അല്ലേ? തുളസി മഹാറാണിക്ക് അവിടെ എന്തായിരുന്നു? അല്ലെ? അതൊക്കെ ഓർമ്മയില്ലേ? പിന്നെ അത് കഴിഞ്ഞപ്പോ എന്തായിരുന്നു? പൂജ അല്ലേ? പത്മ. അപ്പൊ ഇത് നമുക്കിങ്ങനെ അറിയാതെ നമ്മുടെ ഉള്ളില് ഇങ്ങനെ ഫെമിലിയറായി വരുന്നുണ്ട് അല്ലേ? അതായത് ഒന്ന് കഴിഞ്ഞ ഒന്ന് ഇനി അടുത്തതാണ് എന്നുള്ളത് അല്ലേ? പിന്നെ അതേപോലെ ഇവിടെ എല്ലാവരും വന്നിട്ട് നല്ല സേവയാണ്. എല്ലാ മാതാപിതാക്കന്മാരെല്ലാം പ്രൊഡ്യൂസും ചെയ്യുന്നത് അല്ലേ? ഞാനൊക്കെ തന്നെ മുന്നേ തന്നെ ഇവിടെ എല്ലാവരും ഷീറ്റൊക്കെ വിരിച്ചിട്ട് കരതാളൊക്കെ റെഡിയാക്കി പൂവൊക്കെ റെഡിയാക്കി അല്ലേ? ഇതൊക്കെ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെയാണ് ഭക്തിയുടെ സേവനങ്ങൾ എന്ന് പറയുന്നത്. പ്രഭാതത്തിന് പറയുന്നത് ഭക്തിയുടെ സേവനങ്ങൾ, ഡിവോഷണൽ സർവീസ്. ഭക്തി വെറും ഭക്തിയല്ല, അത് നമ്മൾ സേവ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ നമ്മൾ സേവ ചെയ്യാന് ഒരു സംഘം അത്യാവശ്യമാണ് അല്ലേ? വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ഈ ആസ്വാദനം കിട്ടുമോ? ഇല്ല അല്ലേ? അപ്പൊ ഒരു ഭക്തൻ മറ്റൊരു ഭക്തനെ എന്ത് ചെയ്യുന്നു? പ്രചോദിപ്പിക്കുന്നു അല്ലേ? ആ ഒരു പ്രചോദനം കണ്ടിട്ടല്ലേ നമ്മൾക്കും ഭക്തി ചെയ്യാൻ തോന്നുന്നത്. ഇപ്പൊ ഷീജമാതാജി മാല കെട്ടുകയാണ്. ഭയങ്കര മനോഹരമായിട്ടാ മാല കെട്ടുന്നത് അല്ലേ? അപ്പൊ ആ മാല കെട്ടുന്നത് കാണുമ്പോ മറ്റുള്ള മാതാജിമാർക്കും എനിക്കും ഇതുപോലെ മാല കെട്ടണം, എന്റെ കണ്ണനെ അവിടെ ശ്രദ്ധിക്കണം, എന്റെ കണ്ണനെ ഇതുപോലെ അലങ്കരിക്കണം. ഇതാണ് സേവനം എന്ന് പറയുന്നത്. നമ്മൾ അറിയാണ്ട് കണ്ണനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്, ആ സേവനത്തിനോട് താല്പര്യം വരുന്നുണ്ട്. ഓക്കെ, അപ്പോ അതൊക്കെയാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ നമുക്ക് എങ്ങനെ ഗുട്ടൻസ് ആയിട്ട് ഭക്തിയുടെ സേവനം പഠിക്കാം. പിന്നെ ആ ഭക്തിയുടെ സേവനം കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് പറയുമ്പോൾ എന്താ പറയാ, അവാർഡ് പടത്തില് അങ്ങനെയുള്ള പോലെയല്ല, വളരെ രസകരമായിട്ട് നമ്മൾക്ക് എങ്ങനെ ഭക്തിയെ കൊണ്ടുപോകാം എന്ന് പറയുന്ന കുറച്ച് ശ്ലോകങ്ങളുണ്ട്. അതില് ആദ്യത്തെ ശ്ലോകം എന്ന് പറയുന്നത് നമ്മള് പിന്നെ വാക്കുകളെ നിയന്ത്രിക്കുക, മനസ്സിനെ നിയന്ത്രിക്കുക, പിന്നെ അതേപോലെ തന്നെ ഭക്ഷണം നിയന്ത്രിക്കണം, ക്രോധം നിയന്ത്രിക്കണം. അങ്ങനെയൊക്കെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഭക്തി സ്മൂത്ത് ആയിട്ട് പോകും. അതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അല്ലെ? നമുക്ക് വല്ലാണ്ട് കോപപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ തന്നെ ആൾക്കാർ നിൽക്കുവോ? നമ്മൾ ഭദ്രകാളിയായിട്ടുണ്ടെങ്കിൽ അല്ലെ? എന്നതുപോലെ ഭക്തിയിലും നമ്മൾ കോപത്തിനെ, വാക്കിനെ, പിന്നെ അതേപോലെ തന്നെ എന്തൊക്കെയാ പറയുന്നത്, മനസ്സിനെ, എല്ലാത്തിനെയും നിയന്ത്രിക്കണം. കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. 6 കാര്യം: വാച, മനസ്സ്, പിന്നെ അതേപോലെ തന്നെ ക്രോധ, ജിഹ്വ അതായത് നാവ്, നാവിന്റെ ടേസ്റ്റ് അത്, പിന്നെ ഉദര, പിന്നെ അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു ലൈനാണ് കേട്ടോ വരുന്നത്. അതൊക്കെയാണ് വാക്ക്, വായടത്തിൽ എന്തൊക്കെ വരുന്നത്? വാക്കുണ്ട്, പിന്നെ വാചുണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സംസാരവും നിയന്ത്രിക്കണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെന്താ വരുന്നത്? മനസ്സിനെ നിയന്ത്രിക്കണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഉപസ്ഥ എന്ന് പറയുമ്പോൾ നമ്മളുടെ ജനനേന്ദ്രിയം, അതിനെയൊക്കെ നിയന്ത്രിക്കണം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആരായിട്ട് മാറും? അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ഭൂമിയിൽ ഒരുപാട് ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഈ ശ്ലോകം. ആ ഒരു ശ്ലോകം വെച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത്. ഈ ശ്ലോകം നമ്മൾ കറക്റ്റായിട്ട് പാലിക്കുകയാണെങ്കിൽ നമുക്കും ഏത് തലത്തിലേക്ക് എത്താം? നമ്മളൊരു ഉത്തമ ഭക്തനായി മാറാമെന്ന് ആരാ പറഞ്ഞു തരുന്നത്? ഓർമ്മണ്ടോ? ഇത് രൂപഗോസ്വാമിയാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഈ ഗ്രന്ഥം എഴുതിയത് ആരാണ്? രൂപഗോസ്വാമി. ഞാൻ പിന്നെ ഇങ്ങനെ കഴിഞ്ഞതെന്ന് ഇങ്ങനെ പറയണ്ടല്ലോ വെച്ചിട്ടാണ്. രൂപഗോസ്വാമി പറഞ്ഞാൽ ആരാണ്? ഷഡ്ഗോസ്വാമിയില് ഒരു ഗോസ്വാമിയാണ്. നമ്മളുടെ ഈ വൈഷ്ണവ പരമ്പരയില് രൂപാനുഗാസ് എന്നാണ് പറയുന്നത്. എന്താണ്? രൂപ അനുഗാസ്. രൂപഗോസ്വാമിയെ അനുഗമിക്കുന്നവരാണ് നമ്മൾ. ഇപ്പൊ രൂപഗോസ്വാമി പറഞ്ഞു തന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ ഒരു പുസ്തകത്തിലുള്ളത്. അതായത്
എന്താ ഉപദേശ അമൃതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അമൃതമായിട്ടുള്ള ഉപദേശം. ഇതിലത് 11 ശ്ലോകേ ഉള്ളൂ. ഈ 11 ശ്ലോകം ശരിക്കും പഠിക്കുകയാണെങ്കിൽ നമ്മൾക്കും എവിടെ എത്താം? ഗോപീഭാവത്തിൽ, അല്ലെങ്കിൽ ഗോപികന്മാർക്ക് എന്താണോ ഭഗവാനുണ്ടായിരുന്ന പ്രേമം, ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും. പക്ഷെ നമ്മൾ ആരെങ്കിലും അത് ചെയ്യാന് അങ്ങനെ കരുതി കൂട്ടിയിട്ട് ഇരിക്കണം അല്ലെ? നമ്മൾ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ എങ്ങനെയാണ്? എനിക്ക് ഈ പരീക്ഷയിൽ പാസ്സാവണം എന്നുള്ള ഉറച്ച വിശ്വാസം അല്ലെ? വിശ്വാസം ആദ്യം ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ വിശ്വാസമാണ് നമ്മളെ മുന്നിലേക്ക് നയിക്കുന്നത്. ഓക്കെ, എന്നതുപോലെ നമ്മൾ ഭക്തിയിൽ ഉയരണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുക. പക്ഷെ ഈ ഉയർച്ച എന്ന് പറയുമ്പോൾ അതിൽ എന്ത് കാര്യങ്ങളൊക്കെ പാടില്ല? നമുക്ക് അഹങ്കാരം പാടില്ല, പിന്നെ അതേപോലെ തന്നെ നമുക്ക് അസൂയ പാടില്ല, പിന്നെ അതൊക്കെ നമുക്ക് പാടാത്തത് ദേഷ്യം പാടില്ല. ദേഷ്യത്തിന്റെ കാര്യമൊക്കെ ഈ ശ്ലോകത്തിൽ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടതിനെ പറ്റിയിട്ടും ഈ ഭക്തിയെ നമ്മൾ കൂടെ കൂട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് സംഘത്തിൽ ചേരണം? എന്ത് സംഘം എന്ന് പറയുമ്പോൾ സത്സംഗം അല്ലെ? അങ്ങനെയുള്ള സംഘത്തിൽ ചേരണം. അസത് സംഘങ്ങൾ ഒഴിവാക്കണം. എന്തൊക്കെയാണ്? സത്സംഗത്തിൽ ചേരണം, അസത് സംഘത്തിൽ നിന്ന് നമ്മൾ എന്താവണം? ഒഴിവാക്കണം. അങ്ങനെയുള്ള കുറച്ച് ശ്ലോകങ്ങളാണ് 5ാമത്തെ ശ്ലോകം വരെ നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ പറഞ്ഞതിൽ തന്നെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ എന്താ പറഞ്ഞ? സത്സംഗം ഒഴിവാക്കണം, സത്സംഗം നമ്മൾ സ്വീകരിക്കണം, അസത്സംഗങ്ങൾ ഒഴിവാക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ സത്സംഗത്തിൽ വരുമ്പോൾ വൈഷ്ണവന്മാരെ അല്ലെ? ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൈതന്യ മഹാപ്രഭു. ആരാ ചൈതന്യ മഹാപ്രഭു? 500 വർഷം മുന്നേ നവദ്വീപിൽ ജനിച്ചിട്ടുള്ള ശ്രീകൃഷ്ണൻ തന്നെയാണ് ആരെന്ന് പറയുന്നത്? ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത്. അറിയാണ്? ശ്രീകൃഷ്ണ അവതാരമാണ് ചൈതന്യ മഹാപ്രഭു. എത്ര വർഷം മുന്നേ? 500 വർഷം മുന്നേ. അപ്പൊ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളാണ്. ശിഷ്യഗണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അദ്ദേഹം നവദ്വീപിൽ ജനിച്ചെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ എവിടേക്ക് പറഞ്ഞയച്ചു? വൃന്ദാവനത്തിലേക്ക് പറഞ്ഞയച്ചു. അതിൽ പ്രധാനമായിട്ട് 6 ശിഷ്യന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് ഷഡ് ഗോസ്വാമിമാർ എന്ന് പറയുന്നത്. നമ്മളുടെ ആൾട്ടറില് ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടോ നമ്മള്? ഷഡ് ഗോസ്വാമി പുതിയത് വന്ന ആൾക്കാർക്കൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഷഡ് ഗോസ്വാമിമാർ അപ്പൊ ഷഡ്ഗോസ്വാമിമാരെന്ന് പറയുന്നത് രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി, രഘുനാഥദാസ് ഗോസ്വാമി, രഘുനാഥദാസ് ഗോസ്വാമി, ഗോപാലഭട്ട ഗോസ്വാമി, പിന്നെ മാതാജി ജീവഗോസ്വാമി ലാസ്റ്റ് ആണ്. ശ്രീരൂപ സനാതന രൂപ രഘുനാഥ ഭട്ട രഘുനാഥ, ഗോപാലഭട്ട ഗോസ്വാമി, പിന്നെ ജീവഗോസ്വാമി. അങ്ങനെ 6 ഗോസ്വാമിമാരാണ് വരുന്നത്. നമ്മൾ ഓരോ കീർത്തനത്തിലുണ്ട്. പിന്നെ ഹരിഹരായ അങ്ങനെ ഒരു കീർത്തനം, കൃഷ്ണ യാദവായ നമഃ, അങ്ങനെ അതില് പിന്നെ 6 ഗോസ്വാമിമാരും പറയുന്നുണ്ട് കേട്ടോ. അപ്പോ ആ ഗോസ്വാമിമാരിൽ പ്രധാനപ്പെട്ട ഗോസ്വാമിയാണ് രഘുനാഥ ഗോസ്വാമി. ഈ ഗോസ്വാമിമാരെല്ലാം തന്നെ ആരായിരുന്നു? നമ്മളെ ഭൂലോക വൃന്ദാവനത്തിലെ മഞ്ജരിമാരായിരുന്നു. അതില് പ്രധാനപ്പെട്ട മഞ്ജരിയാണ് ആര്? രൂപ ഗോസ്വാമി. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും എന്തില് രൂപ അനുഗ എന്ന് ആ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് എന്താ വേണ്ടത്? ഏറ്റവും ഭക്തി, അതായത് നമ്മൾ ഫോളോ ചെയ്യുന്ന നമ്മൾ ഭക്തിയുത സേവനം എങ്ങനെ ചെയ്യണം എന്ന് അല്ലെ? നമുക്കിപ്പോ എങ്ങനെ ഭക്തിയൊക്കെ മനസ്സിലാവുന്ന? ഈ സുസ്മിത മാതാജി ഇവിടെ ഇങ്ങനെ സത്സംഗം നടത്തുന്നത് ഒരു ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്, മാല ചെല്ലിയ നല്ല, ഇവിടെ വന്നിട്ടല്ലേ അറിയുന്നത്? ഈ നാമം മഹാമന്ത്രമാണ്. ഈ മഹാമന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പാപവും പോവും. കലിയുഗത്തില് നമുക്ക് തന്നിട്ടുള്ള മന്ത്രമാണ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇതൊക്കെ ഇവിടെ വന്നിട്ടല്ലേ കിട്ടിയത്? എന്നതുപോലെ നമുക്ക് ഭക്തി ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഭക്തിയും ഭക്തിയുടെ സേവനം എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആരവതരിച്ചത്? ചൈതന്യ മഹാപ്രഭു അവതരിച്ചത്. മനസ്സിലായില്ലേ? അപ്പൊ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന് മാത്രം ഇത് അറിഞ്ഞിട്ടിരുന്നാൽ മതിയോ? ഇല്ല, അദ്ദേഹത്തിന് ശിഷ്യഗണങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയ ശിഷ്യഗണാണ് ആരൊക്കെയാണ്?
ഈ ഷഡ്ഗോസ്വാമിമാർ. വേറെയും ശിഷ്യന്മാരുണ്ട് കേട്ടോ അദ്ദേഹത്തിന്. പ്രധാനമായിട്ട് ഇപ്പോ ഈ ഷഡ്ഗോസ്വാമിമാരെ പറയാൻ കാരണം ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ആരാണ്? രൂപഗോസ്വാമി. ഈ പുസ്തകം എഴുതാനുള്ള ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശം ആരിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? ചൈതന്യ മഹാപ്രഭുവിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഒരായിട്ട് കിട്ടിയില്ലേ? ചൈതന്യ മഹാപ്രഭു നമുക്ക് ഭക്തി പറഞ്ഞു തരാനാണ്. അദ്ദേഹം പറഞ്ഞു കൊടുത്ത ഭക്തി അതേപോലെ തന്നെ രൂപഗോസ്വാമി പ്രധാനമായിട്ട് 2 പുസ്തകങ്ങളാണ്. ഒന്ന് ഉപദേശാമൃതവും പിന്നെ അതേപോലെ തന്നെ വേറൊന്നാണ് വരുന്നത് നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷനും നെക്ടർ ഓഫ് ഡിവോഷനും. അതായത് പ്രേമ ഭക്തിരസാമൃത സിന്ധു എന്ന് പറഞ്ഞിട്ട് 2 പുസ്തകങ്ങളാണ്. ഇതിൽ രണ്ടിലും എങ്ങനെയാണ് ഭക്തിയുടെ ഉന്നത തലങ്ങളാണ് പറയുന്നത്. ഈ ഉന്നത തലങ്ങളാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പേടിക്കൊന്നും വേണ്ട. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഭക്തിയിൽ നമുക്ക് വീഴ്ച പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ? എങ്ങനെ വീഴ്ച പറ്റുക? അതേപോലെയുള്ള പല സംഭവങ്ങളും നേരെ ഉണ്ടാകുമ്പോഴാണ് വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ ആ വീഴ്ച പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എപ്പോഴും നമ്മളുടെ കൂടെ ഒരു കൈപുസ്തകമായി പിടിക്കാൻ പറ്റുന്നതാണ് ഇത് ഉപദേശാമൃതം അല്ലെ? എപ്പോഴും നമുക്ക് ഉപദേശം തരാൻ, നമ്മൾ അതേ കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോഴല്ലേ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് പറയുമ്പോഴല്ലേ അതൊരു ഉപദേശമാവുക അല്ലേ? നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉപദേശം കൊടുക്കലില്ലേ? പക്ഷെ കുട്ടികൾക്ക് ഉപദേശം കൊടുക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടമല്ലാതെയാവും അല്ലെ? പക്ഷെ ഭക്തന്മാർക്ക് ഉപദേശം കൊടുക്കുമ്പോൾ ഭക്തന്മാർക്ക് നല്ല ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് ഭക്തന്മാർക്ക് ഉപദേശം ഇഷ്ടമാവുന്നത്? അവര് ഭക്തിയെ കൂടുതൽ സ്നേഹിക്കുന്നു, ശ്രീ രാധാകൃഷ്ണന്മാരെ കൂടുതൽ സ്നേഹിക്കുന്നു. അപ്പൊ ശ്രീ രാധാകൃഷ്ണന്മാരിലേക്ക് എത്താനുള്ള വഴി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് വളരെ കഠിനമാണ്. പക്ഷെ നമുക്ക് കലിയുഗത്തിലെ ഹരിയുടെ നാമജപത്തിലൂടെ എവിടേക്ക് എത്താം? രാധാകൃഷ്ണന്മാരിലേക്ക് എത്താമെന്ന് നമുക്ക് ചൈതന്യ മഹാപ്രഭു സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നു. ഓക്കെ, അപ്പോ ഇതിനു മുന്നേ, അതായത് ഇന്ന് 6ാമത്തെ ശ്ലോകമാണ് എടുക്കുന്നത് ഉപദേശാമൃതത്തില്. അപ്പൊ അതില് 5ാമത്തെ ശ്ലോകത്തില് നമ്മൾ ഇതേപോലെ ഭക്തി സത്സംഗത്തിൽ പോകുമ്പോൾ നമ്മൾ വൈഷ്ണവരെ കാണുമ്പോൾ അവിടെ പലതരത്തിലുള്ള വൈഷ്ണവന്മാരുണ്ടായിരിക്കും. അത് കനിഷ്ഠ ലെവലില്, പിന്നെ അതേപോലെ തന്നെ മധ്യമ ലെവലില്, പിന്നെ ഉത്തമ അധികാരി. ഇത് ഓർമ്മ ഉണ്ടോ? പറഞ്ഞത് ആർക്കേൽക്കും? ചില ആൾക്കാർക്കൊക്കെ ഓർമ്മ ഉണ്ട്. അപ്പൊ കനിഷ്ഠ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കനിഷ്ഠ ലെവലിലാണ്. അപ്പൊ ആ കനിഷ്ഠ ലെവലിലുള്ള ആൾക്കാർക്ക് മറ്റുള്ള ഭക്തന്മാരെ കണ്ടാൽ തിരിച്ചറിയണം. മനസ്സിലായോ? മറ്റുള്ള ഭക്തന്മാരെന്ന് പറയുമ്പോൾ അതിനെക്കാട്ടിലും ഉയർന്ന തലത്തിലുള്ള ആൾക്കാരെ കാണുമ്പോൾ തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം? നമ്മളെ എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ളത്? അതായത് ഭക്തന്മാരെ തിരിച്ചറിയുന്നതിനും നമ്മളുടെ ഭക്തി ഉണരുന്നതിനും വേണ്ടി, ഭക്തി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മള് ബുദ്ധി, മനസ്സ്, ശരീരം ഇതിന് രണ്ടിനെയും ശുദ്ധീകരിക്കണം. ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അതിന് യാഥാർത്ഥ്യമായി വേണ്ട കാര്യങ്ങൾ കൊടുക്കണം. നമ്മളെ ബുദ്ധി കറക്റ്റായിട്ട് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ശാസ്ത്രങ്ങൾ വായിക്കണം. പ്രധാനമായിട്ട് ശാസ്ത്രങ്ങൾ ഏതൊക്കെയാണ്? ഭഗവത്ഗീത, ഭാഗവതം. ഇതൊരു മനുഷ്യ ജന്മത്തിൽ, മനുഷ്യ ആയുസ്സിൽ വായിക്കേണ്ട 2 ഗ്രന്ഥങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ ആത്മീയ പുസ്തകം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന പുസ്തകം, ഇതും ഒരു ഭക്തന് വായിച്ചിരിക്കേണ്ട പുസ്തകമാണ്. അപ്പൊ ഈ ശാസ്ത്രം വായിക്കുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാവുക? ബുദ്ധി വികസിക്കും. ബുദ്ധി വികസിക്കാൻ പറയുമ്പോൾ എങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ എങ്ങനെ പുസ്തകം വായിക്കുന്നത്? ആത്മീയമായിട്ടുള്ള പുസ്തകമാണ് അല്ലെ വായിക്കുന്നത്. അപ്പൊ ആത്മീയ കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നിട്ട് നമ്മൾ ഒരാളോട് അല്ലെങ്കിൽ ഒരു വൈഷ്ണവരോട് എങ്ങനെ പെരുമാറണം, ആ ഒരു വൈഷ്ണവനെ നമ്മൾ എങ്ങനെ തിരിച്ചറിയണം എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, രണ്ടാമത്തത് എന്താ പറഞ്ഞത്? നമ്മളെ മനസ്സ് ശുദ്ധമാവാന്, മനസ്സ് ക്ലിയർ ആവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഹരിയുടെ നാമം, ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലണം. പിന്നെന്തായിരുന്നു പറഞ്ഞത്? ശരീരം അല്ലെ? ശരീരം ശുദ്ധമാവണമെങ്കിൽ ഇപ്പൊ ഇവിടെ നടക്കുന്ന പ്രോസസ് എന്താ ചെയ്യാ? സേവനം ചെയ്യാം. അതിലെന്തൊക്കെയാ? ഭഗവാനെ മാല കിട്ടുക, പിന്നെ ഭഗവാനെ ആൾട്ടർ വൃത്തിയാക്കുക. നമ്മളെ ശരീരം കൊണ്ട് എന്താണ്? ഭഗവാന് വേണ്ടി ചെയ്യാം. നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്കല്ല. ഇന്ദ്രിയ തൃപ്തികരന്മാരും തെറ്റിദ്ധരിക്കേണ്ട. നമ്മൾക്ക് രസം കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഭഗവാന് എന്തൊക്കെയാണോ ആവശ്യം അത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതാണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത് കനിഷ്ഠാധികാരി പറഞ്ഞു, മധ്യാധികാരി, പിന്നെ അതേപോലെ ഉത്തമാധികാരി. കാണുമ്പോ എല്ലാവരും ഒരുപോലെയാണ്.
എല്ലാവരും മഞ്ച വെച്ച് കൊടുത്ത് ഗോപി തൊട്ട് കുടുംബ കെട്ടി അല്ലേ, ഇങ്ങനെയാണ് എല്ലാവരെയും കണ്ടത്. പക്ഷെ നമുക്കത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മള് ഇങ്ങനെയുള്ള ശാസ്ത്രമായിട്ട് വെറുതെ ശാസ്ത്രം ഇന്ന് വായിച്ചാൽ അറിയോ ഇല്ല. നമ്മൾ സത്സംഗത്തില് സ്ഥിരമായി വരണം. പിന്നെ അതേപോലെ ഓരോ സത്സംഗവും കേന്ദ്രീകരിക്കുന്ന ടെമ്പിളുകളിൽ പോകണം. അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. മധ്യമാധികാരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഷ്ണവ ആചാരങ്ങളും വൈഷ്ണവ ശാസ്ത്രത്തിലും ഉറച്ച വിശ്വാസമുള്ള ആൾക്കാരെയാണ് എന്ത് പറയുന്നത്, മധ്യമാധികാരി എന്ന് പറയുന്നത്. ഓക്കെ, മധ്യമാധികാരികളെ ആർക്കും പെട്ടെന്ന് എതിർത്ത് തോൽപ്പിക്കാൻ പറ്റില്ല. എന്താ ഈ എതിർത്ത് തോൽപ്പിക്കുക എന്ന് പറഞ്ഞാല്, നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെ പല പല സമ്പ്രദായങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ മായാവാദ ഫിലോസഫി ഒക്കെ കേട്ടിട്ടുണ്ടാവൂലേ, ശിവനെ ആരാധിക്കുന്ന ചില ആൾക്കാർ പറയും ശിവനാണ് വലുത് അങ്ങനെയൊക്കെ പറയും. അപ്പൊ നമ്മളെന്ത് ചെയ്യും, നമ്മൾ കൃഷ്ണനാണെന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കെങ്കിലും കനിഷ്ഠാധികാരികൾക്ക് അത്ര പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പക്ഷെ മധ്യമാധികാരികൾക്ക് അവർക്ക് ഈ ഫിലോസഫി, അതിനാണ് നമ്മൾ തത്വം പഠിക്കണം, ശാസ്ത്രം വായിക്കണം എന്ന് പറയുന്നത്. ചെറിയ ചെറിയ പുസ്തകങ്ങളുണ്ട് ശ്രീല പ്രഭുപാദരെ. ആ ചെറിയ ചെറിയ പുസ്തകങ്ങളില് നമ്മൾ വലിയ പുസ്തകം വായിക്കുമ്പോൾ ചിലപ്പം ഭഗവത്ഗീത 700 ശ്ലോകം ഉണ്ട് അല്ലെ, അതങ്ങനെ ഒരുമിച്ച് വായിക്കുമ്പോൾ അതും അതിന്റെ ഭാവാർത്ഥം മാത്രമായിരിക്കും. പക്ഷെ ചെറിയ പുസ്തകങ്ങളിൽ വായിക്കുമ്പോൾ നമ്മൾ ഒരു ശ്ലോകം അതിൽ പ്രഭുപാദരെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ശ്ലോകങ്ങൾ കോട്ട് ചെയ്യുകയും അതിന്റെ ഭാവാർത്ഥം എഴുതുകയും ചെയ്യും. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാവുക, ആ ഒരു ശ്ലോകത്തിൽ നിന്ന് കിട്ടുന്ന തത്വം നമുക്ക് കൂടുതലായിട്ട് ആഴത്തിൽ മനസ്സിലാവും അല്ലെ. നിങ്ങള് വീട്ടിലിരുന്നിട്ട് ഒരുമിച്ച് ഇങ്ങനെ തന്നേക്കിരുന്ന് പഠിക്കുമ്പോഴും ഒരു കൂട്ടത്തോടെ ഇരുന്ന് പഠിച്ചിട്ട് ചില ആൾക്കാർ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ പെട്ടെന്ന് നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യില്ലേ എന്നതുപോലെയാണ് പ്രഭുപാദരുടെ ചെറിയ ചെറിയ പുസ്തകങ്ങൾ. പറഞ്ഞ ബുള്ളറ്റ് പോലെയാണ് നമ്മുടെ മൈൻഡിനെ തുളച്ചു കയറുന്ന പറയുന്നത്. എങ്ങനെ തുളച്ചു കയറിയിട്ട് ഹൃദയത്തിൽ അവിടെ നിന്ന് വന്നിരിക്കും അല്ലെ, മനസ്സിലായോ? അതാണ് പുസ്തകം. അപ്പൊ നമ്മൾ പുസ്തകം വായിക്കണം എന്നാണ് ചുരുക്കി പറയുന്നത്. പിന്നെ അതേപോലെ മധ്യമാധികാരി മനസ്സിലായില്ലേ, പെട്ടെന്ന് ആർക്കും അങ്ങോട്ട് തറക്കിച്ച് ജയിക്കാൻ പറ്റില്ല. ഇനി അടുത്തതാണ് ഉത്തമാധികാരി. ഉത്തമാധികാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇപ്പോ നിങ്ങൾക്ക് ദീക്ഷ കൊടുക്കുന്ന ആൾക്കാര്, അതായത് ഉത്തമാധികാരി എന്ന് പറഞ്ഞാല് ഭഗവാനും ഭഗവാന്റെ ആ ഒരു ആചാര്യനും തമ്മില്, ശിക്ഷാഗുരുവാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെന്താ പറയാ, ഭഗവാന്റെ പ്രതിനിധിയായിട്ടാണ് നമ്മൾ ഗുരുക്കന്മാരെ കാണേണ്ടത്. ഉത്തമാധികാരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഉയർന്ന തലത്തിലായിരിക്കുകയും എല്ലാ ജീവാത്മാക്കളെയും ഒരേപോലെ സമഭാവനയോടെ കാണുന്ന ആളായിരിക്കാറ് ഉത്തമാധികാരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കഴിവ് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ സമഭാവനയിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും എന്തായിരിക്കും, കരുണയായിരിക്കും അല്ലെ. നിങ്ങളിപ്പോ കുട്ടികളെ ശാസിക്കുന്നതിന് പകരം ആ കുട്ടി യഥാർത്ഥത്തിൽ ഒരു തെറ്റ് ചെയ്തു, അപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് ഓ ഇത് ജീവാത്മാവാണ്, ഒന്നും ചെയ്യാൻ പാടില്ല എന്നല്ല. അത് ആ കുട്ടിയോട് സ്നേഹം മാത്രം കൊടുക്കുകയാണെങ്കിൽ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ്, ശാസിക്കേണ്ടടുത്ത് ശാസിക്കണം അല്ലെ എന്നതുപോലെ ഉത്തമാധികാരി അദ്ദേഹത്തിന് ഉള്ള അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഏത് തലത്തിലേക്ക് ഇറങ്ങി വരും, മധ്യമാധികാരി തലത്തിലേക്ക് ഇറങ്ങി വരും. പിടികിട്ടിയ മധ്യമാധികാരികളാണ് എന്ത് ചെയ്യുക, ഈ തത്വങ്ങളൊക്കെ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് വേണ്ടവർക്ക് വേണ്ടതുപോലെ കൊടുക്കുന്ന ആൾക്കാരാണ് ആര്, മധ്യമാധികാരി. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, 12ാം ക്ലാസ് +2 പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ഈ കുട്ടിക്ക് സയൻസിനെ പറ്റി പറഞ്ഞ് 12ാം ക്ലാസ്സിൽ, അതായത് +2 പഠിക്കുന്ന കുട്ടിക്ക് സയൻസ് പറഞ്ഞു കൊടുക്കുന്നത് പോലെ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പൊ അധ്യാപകൻ എന്താ ചെയ്യുക, ആ ഉന്നത തലത്തിൽ നിന്ന് താഴ്ന്ന തലത്തിലേക്ക് വരും. എന്നതുപോലെ ഉത്തമാധികാരി ആ ദേശകാല പാത്രത്തിനനുസരിച്ച് ആരാണോ മുന്നിൽ ഇരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, പ്രീച്ച്, അതായത് സംഭാഷണം, അദ്ദേഹത്തിന്റെ അറിവ് നമ്മളിലേക്ക് എത്തിക്കും. മനസ്സിലായോ? മനസ്സിലായി എന്ന് വിചാരിക്കണം. അതാണ് എന്ത് ഉത്തമ അധികാരി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ശ്ലോകം 6
ആറാമത്തെ ശ്ലോകം. ശ്ലോകം 5-ലാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഉത്തമാധികാരി, മധ്യമാധികാരി, പിന്നെ അതേപോലെ കനിഷ്ഠ അധികാരി. ഇതൊക്കെ നമ്മൾ എന്തിനാ അറിയുന്നത്? ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അവരെ വേർതിരിച്ച് അറിയണം. പിന്നെ അതിൽ പ്രധാനമായിട്ട് പറയുന്നത് നമ്മൾ ആരോടും അപരാധം ചെയ്യാതിരിക്കണമെങ്കിൽ, അപരാധം എന്ന് പറയുന്നത് ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. അത് ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതായത് 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 5-ാമത്തെ ശ്ലോകത്തിൽ ഈ അധികാരികളെയൊക്കെ പറഞ്ഞ് നിർത്തിയതിന് ശേഷം വീണ്ടും നമുക്ക് 6-ാമത്തെ ശ്ലോകമാണ് ആരും തരുന്നത്, നമ്മുടെ രൂപഗോസ്വാമി നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 6-ാമത്തെ ശ്ലോകം വായിക്കാം. പുസ്തകം എടുത്തലുണ്ടോ? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദൃഷ്ടേ സ്വഭാവജനിതേ दृष्टे स्वभावजनिते बभुश्च दोषे वपुषश्च दोषे न प्रागतत्वमिह न प्रागतत्वमिह भक्तजनस्य पश्ये भक्तजनस्य पश्ये गङ्गाम्बसान्यघरो गङ्गामसाम्यगलो बुद्बुदफेन पङ्गे उद्बुधफेन पङ्गे ब्रह्मद्रवत्वम् अपगच्छति ब्रह्मद्रवत्वम् अपगच्छति नीरधर्मे नीरधर्मे. ഒരു വരി വായിച്ചാൽ കിട്ടും. ഇത് മതിയോ? 2 പ്രാവശ്യം കൂടെ വായിക്കും. ഒരു പ്രാവശ്യം കൂടെ വായിക്കാം അല്ലേ? ദൃഷ്ടേ സ്വഭാവജനിതേ दृष्टे स्वभावजनिते വപുശ്ച ദോഷേ वपुषश्च दोषे ന പ്രാകൃതത്വമിഹ न प्राकृतत्वमिह ഭക്തജനസ്യ പശ്യേ भक्तजनस्य पश्ये ഗംഗാംബസാന്യഘരോ गङ्गामसान्यगलो ബുദ്ബുദഫേന പങ്കേ उद्बुधफेन पङ्गे ബ്രഹ്മദ്രവത്വം അപഗച്ഛതി ब्रह्मद्रवत्वम् अपगच्छति അനീരധർമ്മേ. अनिरधर्मे. ഹരേ കൃഷ്ണ. അപ്പൊ ഇതിന്റെ അർത്ഥം നോക്കാം. ദൃഷ്ടേ दृष्टे സാമാന്യ ദൃഷ്ടിക്ക് വിഷയീഭവിച്ച, സാമാന്യ ദൃഷ്ടിക്ക് വിഷയീഭവിച്ച ദോഷേ ദോഷേ ദോഷങ്ങൾ കൊണ്ടും ദോഷങ്ങൾ കൊണ്ടും സ്വഭാവ സ്വഭാവ സ്വന്തം പ്രകൃതിക്കനുസരിച്ച് സ്വന്തം പ്രകൃതിക്കനുസരിച്ച് ജനിതേ ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ള ദോഷേ ദോഷേ ദോഷങ്ങൾ കൊണ്ടും ദോഷങ്ങൾ കൊണ്ടും വപുഷ വപുഷ ശരീരത്തിന്റെ ശരീരത്തിന്റെ ദോഷേ ദോഷേ ദോഷങ്ങൾ കൊണ്ടും ദോഷങ്ങൾ കൊണ്ടും ഇഹ ഇഹ ഈ ലോകത്ത് ഈ ലോകത്ത് ഭക്തജനസ്യ ഭക്തജനസ്യ ഒരു ശുദ്ധ ഭക്തനിൽ ഒരു ശുദ്ധ ഭക്തനിൽ പ്രാകൃതത്വം പ്രാകൃതത്വം ഭൗതികതാ സ്വഭാവം ഭൗതികതാ സ്വഭാവം ന പശ്യേ ന പശ്യേ കാണരുത്. കാണരുത്. നീരധർമ്മേ നീരധർമ്മേ വെള്ളത്തിന്റെ സ്വഭാവങ്ങളായ വെള്ളത്തിന്റെ സ്വഭാവങ്ങളായ ബുദ്ബുദഫേനെ ഉദ്ബുധഫേനെ കുമിള നുര ചെളി എന്നിവ കുമിള കുമിള നുര ചെളി എന്നിവ പങ്കെ പങ്കെ ഉണ്ട് ഉണ്ട് ഗംഗാംബസ ഗംഗാംബസ ഗംഗാജലത്തിന്റെ ഗംഗാജലത്തിന്റെ ബ്രഹ്മദ്രവത്വം ബ്രഹ്മദ്രവത്വം ദിവ്യ സ്വഭാവം ദിവ്യ സ്വഭാവം ന അപഗച്ഛതി ന അപഗച്ഛതി ദൂഷിതമാകുന്നില്ല ദൂഷിതമാകുന്നില്ല. ഹരേ കൃഷ്ണ. അപ്പൊ പദാനുപദ അർത്ഥം കഴിഞ്ഞു. ആരാണ്? ശില പ്രഭുപാദരൻ. അപ്പൊ നമ്മള് ഭാവാർത്ഥം പരിഭാഷയൊക്കെ വായിക്കുമ്പോൾ ശില പ്രഭുപാദരൻ എന്ന് പ്രണമിക്കണം. അപ്പൊ വിവർത്തന ഭാവാർത്ഥം ദിവ്യപൂജ ശ്രീ മലേസി ഭക്തിവേദാന്ത സ്വാമി ശില പ്രഭുപാദിക്കുന്നത്. അതായത് ഈ ശ്ലോകത്തില് പറയുന്നത് ഇതിന്റെ പരിഭാഷ വായിച്ചു കഴിഞ്ഞിട്ട് വിവർത്തനം വായിച്ചു കഴിഞ്ഞിട്ട് പറയും. മതത്തിൽ വെച്ചു അതെ, എത്ര മണി വരെ? വായിച്ചു വായിച്ചു. കൃഷ്ണാവബോധത്തിൽ പ്രതിഷ്ഠിതനായ ഒരു ശുദ്ധ ഭക്തന് അവന്റെ ശരീരവുമായി ഒരു താദാത്മ്യവുമില്ല. താദൃശ ഭക്തനെ ഭൗതികതയുടെ ദൃഷ്ടിയിലൂടെ വീക്ഷിക്കരുത്. താഴ്ന്ന തരം കുടുംബത്തിൽ ജനിച്ചവനാണെന്നോ ശരീരത്തിന് വർണ്ണഭംഗി ഇല്ലെന്നോ ശരീരം വികലമാണെന്നോ രോഗഗ്രസ്തമാണെന്നോ ദുർബലമാണെന്നോ ഉള്ള കാര്യം ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഗണിക്കത്തക്കതേ അല്ല. സാമാന്യ ജനദൃഷ്ടിയിൽ ഒരു
ഭക്ത ഉത്തമന്റെ ശരീരത്തിലുള്ള ഈ ദൃശ്യവൈകല്യങ്ങൾ ഒരു അപാകതയായി തോന്നാം. പക്ഷേ ദൃശ്യങ്ങളായ ഈ ദോഷങ്ങൾക്കിടയിലും ഒരു ഉത്തമ ഭക്തന് ദൂഷണം സംഭവിക്കുന്നില്ല. ചിലപ്പോൾ മഴക്കാലത്ത് നുരയും ചേറും കലർന്ന് ഒഴുകിപ്പോകുന്ന ഗംഗാ നദിയെ പോലെയാണ് അത്. ഗംഗാജലം ഈ വൈകല്യങ്ങളിലൊന്നും ദൂഷിതമാകുകയില്ല. ആത്മജ്ഞാനത്തിൽ പുരോഗതി വച്ചവർ ജലത്തിന്റെ ഈ പരിതസ്ഥിതി ഒന്നും ഗണിക്കാതെ ഗംഗയെ സ്നാനം ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ശിലപ്രഭാതയ്ക്ക് ജയ. അപ്പോ ഈ ശ്ലോകത്തില് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് കഴിഞ്ഞ ശ്ലോകത്തിന്റെ ഒരു ഇത് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ എന്തൊക്കെ പഠിച്ച്? കനിഷ്ഠാധികാരി, ഉത്തമാധികാരി, മധ്യമാധികാരി. ഈ അധികാരി എന്ന് കേട്ടിട്ട് നിങ്ങൾ അതാക്കണ്ട. വൈഷ്ണവരെയാണ്. മധ്യമ ലെവലിലുള്ള വൈഷ്ണവര്, പിന്നെ ഉത്തമ ലെവലിലുള്ളത്, പിന്നെ എന്താണ് കനിഷ്ഠ ലെവലിലുള്ളത്. അപ്പോ ഈ ശ്ലോകത്തിൽ പറയുന്നത് വൈഷ്ണവരെ നമ്മൾ എങ്ങനെ കാണണം, കാണാൻ പാടില്ല. കഴിഞ്ഞ ശ്ലോകത്തിലും അത് തന്നെയാണ് പഠിച്ചത്. വൈഷ്ണവരെ എങ്ങനെ കാണണം, കാണാൻ പാടില്ല. അതിൽ നമ്മൾ ദൃഷ്ടിയിലൂടെ, അല്ലെ? കഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് നേരിട്ടിട്ടല്ല, ഞാൻ പറഞ്ഞു എല്ലാവരും ഗോപിചന്ദനം തൊട്ടിട്ടുണ്ട്, പഞ്ചകച്ച് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ അല്ലെ. ഈ ശ്ലോകത്തിൽ എത്തുമ്പോൾ നമുക്ക് ഒരു വൈഷ്ണവനെ നമ്മൾ തെറ്റായിട്ട് കാണാൻ പാടില്ല. അവരുടെ രൂപം, അവരുടെ സ്വഭാവം, പിന്നെ അവരുടെ ജന്മകുലം, മനസ്സിലായോ? അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ അറിയുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും, അവൻ ആ കുലത്തിൽ ജനിച്ചതാണ്. അങ്ങനെ നമ്മൾ തെറ്റായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഡിസ്ക്രിമിനേറ്റ്, തരംതിരിഞ്ഞ് കാട്ടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഹരിയുടെ നാമം ആര് ചെല്ലുന്നു അവനെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സുകൊണ്ട് പ്രണമിക്കണം. പിന്നെ ദീക്ഷ എടുത്ത ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. പിന്നെ അതേപോലെ ഉത്തമ ഭക്തനായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മള് അതേപോലെ തന്നെ നമസ്കരിക്കുകയും വേണം. അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് നമ്മൾ അതുപോലെ കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ മനസ്സിലായില്ല? 3 കാര്യങ്ങള്. അതിനൊക്കെയാണ് നമ്മൾ ഈ ഗ്രന്ഥങ്ങൾ വായിക്കണം എന്ന് പറയുന്നത്. ഈ ശ്ലോകത്തിൽ പറയുന്നത് നമ്മൾ എന്താണ്? ജാതിക്ക് അനുസരിച്ച്, കുലത്തിനനുസരിച്ച്, അവരുടെ പിന്നെ ശരീര ഭംഗിക്കനുസരിച്ചിട്ടൊന്നും ആരെ തരംതിരിവ് ചെയ്യാൻ പാടില്ല. ഭക്തന്മാരെ, രോഗഗ്രസ്തരായിട്ടുള്ള ആൾക്കാരെ ഒന്നും തരംതിരിവ് കാണാൻ പാടില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇവിടെ. രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന രാജ്യക്കാർ. നമ്മള് പൊതുവെ മനുഷ്യനായാൽ ഭാരതീയർ എന്ന് പറഞ്ഞെങ്കിൽ കൂടിയിട്ട് നമ്മൾ ആ ഒരു തലം, പണ്ടത്തെ കാലത്ത് ഇപ്പൊ അല്ലെ പരീക്ഷിത് മഹാരാജാവ് ഈ മൊത്തം ഭൂമിയെ ഭരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. അതല്ല, ഇപ്പൊ നമ്മള് താമസിക്കുന്ന ഓരോരോ ഭൂഖണ്ഡങ്ങൾ തന്നെ മാറിയില്ലേ. അപ്പൊ അവിടെയുള്ള ആ പ്രാദേശികം അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? തരംതിരിവ് കാട്ടാൻ പാടില്ല എന്നാണ് നമുക്ക് ഭാവാർത്ഥത്തിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഭാവാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ആദ്യം ഇപ്പൊ നമ്മൾ വായിച്ചത് വിവർത്തനാണ് കേട്ടോ. കൺഫ്യൂഷൻ ആക്കില്ലേ എല്ലാവരെയും. ഓക്കെ. അപ്പൊ അതിൽ പറയുന്നത് ഭക്തന്റെ ശരീരം, കുലം, രാജ്യം, മതം, വർണ്ണഭംഗി, ഇതിലല്ല കാര്യം. അപ്പൊ നമ്മള് ഇവിടെ പഠിക്കുന്നത് ഒരു ഭക്തൻ എന്ന് പറയുന്നത് ഗംഗാ നദി പോലെയാണ് എന്നാണ് പറയുന്നത്. ഗംഗാ നദി ഒഴുകി വരുന്നത്, ഇനി ചളിയുള്ള സ്ഥലമാണ് വെച്ചിട്ട് ഗംഗാ നദി സ്വിച്ചിട്ട പോലെ സ്റ്റോപ്പായിട്ട് നിൽക്കുവോ? അല്ലേ? അവിടെ ഭയങ്കര ചളിയാണ്, ഞാൻ പോകാറുണ്ട്. നമ്മളെ പോലെ അല്ല അല്ലേ, നമ്മള് ചളിയെല്ലാം ഉണ്ടാവില്ല, ഭാഗത്തേക്ക് പോവില്ല. അങ്ങനെയൊക്കെ ടൈപ്പിലുള്ള ആൾക്കാരുണ്ട് അല്ലേ. അപ്പൊ ഭക്തന്മാരെന്ന് പറയുന്നത് ഗംഗാ നദി പോലെയാണ്. എന്താ ഗംഗാ നദിക്ക് പ്രത്യേകത? അത് ഒഴുകുന്ന സ്ഥലമെല്ലാം പവിത്രീകരിക്കുന്നു അല്ലേ. ഗംഗയുടെ ഏതെങ്കിലും ഒരു ഭാഗം പോകുന്നുണ്ടെങ്കിൽ അവിടെ പോവുക. ഭക്തന്മാരുടെ പ്രത്യേകത എന്താണ്? ഗംഗയെ കുറിച്ച് പറഞ്ഞപ്പോ മാതാജി എത്തി ചോദിച്ചോട്ടെ. അപ്പൊ എന്താണ് ഗംഗയുടെ പ്രത്യേകത? എന്താ? അത് ഒഴുകുന്ന സ്ഥലമെല്ലാം എന്താകുന്നു? പവിത്രീകരിക്കുന്നു. അവിടെ ആ ഒരു സ്ഥലം, അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആര് പോകും? സാധാരണ ജനങ്ങൾ പോയില്ലെങ്കിലും ഭക്തന്മാർ പോകും. എന്താ ഭക്തന്മാർക്ക് ഇത്ര പ്രത്യേകത? ഭക്തന്മാർക്ക് ഭക്തിയാണ് ആവശ്യം. ആ ഭക്തി ഇങ്ങനെ ഭൗതികമായ കാര്യങ്ങളിൽ നിന്ന് കിട്ടില്ല. വല്ല ഷോപ്പിംഗ് മാളിൽ നിന്ന് കിട്ടുമോ ഭക്തി?
ഇല്ല. അപ്പൊ ഇങ്ങനെ ഗംഗ, അതായത് ഭഗവാന്റെ ആ ലോകത്തു നിന്ന് വരുന്നത് തന്നെയാണ് എന്ത് പറയുന്നത്, ഗംഗ എന്ന് പറയുന്നത്. അപ്പൊ ഗംഗയോടാണ് ആര് ഉപമിച്ചിരിക്കുന്നത്, ഭക്തന്മാര് ഉപമിച്ചിരിക്കുന്നത്. ഇപ്പൊ ഒരു ഭക്തൻ എന്ന് പറയുന്നത് നടക്കുന്ന തീർത്ഥാടന കേന്ദ്രം എന്നാ, സഞ്ചരിക്കുന്ന തീർത്ഥാടന കേന്ദ്രം എന്നാണ് ആരെ പറയുന്നത്, ഭക്തന്മാർ എന്ന് പറയുന്നത്, ഭക്തന്മാരെ സൂചിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ ഞാൻ ഉദാഹരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന അപ്പൊ ഒരു കഴിഞ്ഞ നമ്മള് ദാമോദരാരതിക്ക് അല്ലെ ജയസാക്ഷിദാസ് പ്രഭു വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ നമ്മൾ വിളിക്കാതെയും എത്ര ഭക്തന്മാരെ വന്നത്, അത് എന്തുകൊണ്ടാണ്, ആ ഒരു ഭക്തന്റെ സംഘം എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അതൊരു ലെവല്. അദ്ദേഹം ബ്രഹ്മചാരി തന്നെയാണ്. അപ്പൊ ഈ ഭക്തന്മാരെ എന്തൊക്കെ നമ്മൾ അറിയാം, എവിടുന്നാണോ ഭക്തിയെ കുറിച്ചിട്ട് രാധാകൃഷ്ണന്മാരെ കുറിച്ചിട്ട് കേൾക്കാൻ കഴിയുക, അവിടെ എന്താണ് സംഭവിക്കുക, അവിടെ എല്ലാ ഭക്തന്മാരും ഒത്തുകൂടും. അതിനൊരു കഥ ഉണ്ട്. ആദ്യം പിന്നെ ചെറിയൊരു വീടാണ്. ആ വീടിന്റെ മുറ്റത്ത് ഒരു ഭക്തനെ നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കഥ ഒറ്റയ്ക്ക് ഇരുന്ന് കീർത്തനം ചെയ്യായിരുന്നു. അപ്പൊ ആരെ കീർത്തനം ചെയ്യുന്ന വേറൊരു ഭക്തനായി കൂടെ പോയിരുന്നു. അപ്പൊ അദ്ദേഹം വന്നു. ആ വീടാണെങ്കിൽ അടച്ചിട്ടിരിക്കുക, ചെറിയ മുറ്റേ ഉള്ളൂ അതിന്. അപ്പൊ അടുത്ത ഭക്തനെ പോകുമ്പോ ആരെ കീർത്തനം ചെയ്യുന്ന വെച്ചിട്ട് അദ്ദേഹവും വന്നു. അങ്ങനെ ഇവര് കൂടി കീർത്തനം കഴിയുമ്പോ കഥയായി പറയുന്നത്. കഥ പറയുന്ന കുറച്ച് ഇങ്ങനെ സൗണ്ടൊക്കെ കൂടി ഇവര് നന്നായി ചിരിക്കാനും തുടങ്ങി. അപ്പൊ മൂന്നാമത്തെ ഭക്തൻ അതിലൂടെ പാസ് ചെയ്യുന്നു വന്നു. അപ്പൊ അവര് അതുവരെ ഇരുന്നിട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് മൂന്നാമത്തെ ആളെ എത്തി. അപ്പൊ പിന്നെ നാലാമത്തെ ആള് പോകുന്നു. അപ്പൊ അവര് ഇരിക്കല് മാറ്റിയിട്ട് നിന്നു. അതാണ് ഭക്തന്മാര്. എത്ര ആൾക്കാർ ചേരുന്ന അവരൊക്കെ ചേർത്തങ്ങ് പിടിക്കും. ചേർത്ത് പിടിച്ചിട്ട് അവിടെ എന്താ പറയുന്നത്, പരദൂഷണാണോ പറയുന്നത്, അല്ല, രാധാകൃഷ്ണന്മാരുടെ കഥകളാണ് പറയുന്നത്. അതാണ് ഭക്തന്മാരുടെ കഥ. ഇനി അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ എന്തൊക്കെ കാണരുതെന്ന് പറഞ്ഞത്, വൈകല്യം, കൂലം, പിന്നെ അതേപോലെ തന്നെ രാജ്യം, മതം, ഇതൊന്നും കാണരുത്. ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ സൗന്ദര്യത്തിലാണോ ഭക്തി, ആണോ, അല്ല. ഈ സൗന്ദര്യത്തില് ഭക്തി ഇല്ലാന്നൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഉദാഹരണം പറഞ്ഞുതരാൻ പറ്റും. എനിക്ക് ഇങ്ങോട്ട് ശാസ്ത്രത്തില് സൗന്ദര്യത്തിലൊന്നല്ല ഭക്തി. ഒരു പെൺകുട്ടി അത് കൊടുക്കണതാണോ, ശരീരത്തിന്റെ എല്ലാം മലിന ഭാഗങ്ങളൊക്കെ അതാണോ? അത് ഭാഗവതത്തിൽ കുച്ച അല്ലെ, കൃഷ്ണന്റെ ഭക്തയിരുന്നു അല്ലെ. അപ്പൊ എങ്ങനെയായിരുന്നു കാണാൻ, എല്ലാവരും പൂനി പൂനി പറഞ്ഞ കളിയാക്കുമായിരുന്നു. പക്ഷെ കൃഷ്ണന്റെ നല്ല ഭക്തിയായിരുന്നു അല്ലെ. കൃഷ്ണൻ വന്ന് ആ കൃഷ്ണന്റെ ലേപനൊക്കെ ഇങ്ങനെ തേച്ചു കൊടുത്തപ്പോ തന്നെ കൃഷ്ണൻ എന്ത് ചെയ്തു, അപ്പൊ തന്നെ ആളെ സൗന്ദര്യവതിയാക്കി അല്ലെ. കൃഷ്ണൻ ആഗ്രഹിക്കുന്ന രൂപത്തിലാക്കി അല്ലെ. അപ്പൊ അത് സൗന്ദര്യമല്ല എന്നുള്ളതിന് നമുക്ക് ശാസ്ത്രത്തിൽ തെളിവുണ്ട്. പിന്നെ അതേപോലെ കുലത്തിനനുസരിച്ചിട്ട് അല്ല നമ്മളുടെ ഭക്തി. കുലം എന്ന് പറയുമ്പോൾ ഭക്തി എന്ന് പറയുന്നത് കുലത്തിൽ ഒതുങ്ങുന്നതല്ല, സൗന്ദര്യത്തിൽ ഒതുങ്ങുന്നതല്ല. അപ്പൊ കുലം ഒരു പ്രധാനമാണോ ഭക്തിക്ക്? അല്ല. അങ്ങനെ ശാസ്ത്രത്തിൽ നമുക്ക് ആരെ പറയാം? വേദവ്യാസൻ എക്സാമ്പിൾ ഉണ്ട്. പിന്നെ വാൽമീകി ഒന്നും കൊല്ലത്ത് രാക്ഷസനായിരുന്നല്ലോ വാൽമീകി, കാട്ടുജാതിക്കാരനായിരുന്നു. വേദവ്യാസൻ അതുപോലെ മുഖസ്ത്രീക്ക് ജനിച്ചത്. പിന്നെ ഉണ്ട് തോന്നുന്നു അല്ലേ കുറെ. ഇങ്ങനെ പെട്ടെന്ന് ക്ലിക്കാവുന്നത് നമ്മളുടെ ഭാഗവതത്തിൽ നിന്നിപ്പോ വ്യാസനൊക്കെ പറഞ്ഞത്. അടുത്തൊരു സിനിമ ഭക്തപ്രഹ്ലാദ് അസുരകുലത്തിൽ. അപ്പൊ കുലം എന്ന് പറയുന്നത് ഭക്തിക്ക് എന്താണ്, അതീതമാണ്. ആ കുലത്തില് ജനിച്ചതല്ല അവിടെ കാര്യം. ആരാണോ ഹരിയുടെ നാമം ചെല്ലുന്ന, ആരാണോ ഭക്തിയുടെ സേവനം ചെയ്യുന്നത്, അവരാണ് എന്ത് പറയുന്നത്, ഭക്തൻ എന്ന് പറയുന്നത്. ഇപ്പൊ കുലം അങ്ങനെ അത് ശരിയാണ്. പിന്നെ അതേപോലെ തന്നെ ഹരിദാസ് താക്കൂർ മുസ്ലിം ഫാമിലിയിലാണ് ജനിച്ചത്. ഇവിടെ നമ്മൾ ഭാവാർത്ഥത്തിൽ കുറെ കാര്യം നമുക്ക് ശ്രീല പ്രഭുപാദന് പറഞ്ഞു തരുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മൾക്ക് ഇപ്പോ ഈ പുസ്തകം തന്ന രൂപഗോസ്വാമി, പിന്നെ അതേപോലെ തന്നെ രൂപഗോസ്വാമിയുടെ ജ്യേഷ്ഠനാണ് സനാതന ഗോസ്വാമി. ഇവര് ബ്രാഹ്മണനായിട്ടാണ് ജനിച്ചതെങ്കിൽ പോലും അദ്ദേഹം ഒരു മുസ്ലിം രാജാവിന് വേണ്ടിയിട്ട് അദ്ദേഹം അവരത് മാറി. അവരുടെ കുലം മാത്രം പറയുമ്പോൾ കുറച്ചു കാലത്തേക്ക് മുസ്ലിം സമുദായം എന്ന ആ ഒരു പേരില് അവര് പ്രവർത്തിച്ചത് കാരണം അവിടെ ഉള്ള ബ്രാഹ്മൺസ് തന്നെ ഇവരെ ആ ഒരു കുലത്തിൽ നിന്ന് പുറത്താക്കിയത് പോലെയായിരുന്നു. എന്നിട്ട് വീണ്ടും ഇവർക്ക് ഭക്തിയിൽ മുന്നേറാനുള്ള അവസരം കൊടുത്തത് ആരാണ്? ചൈതന്യ മഹാപ്രഭു. ഞാൻ പറഞ്ഞ ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യനാണ് ആര്? രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമി. ഓരടിക്കുന്ന ആൾക്കാർക്ക് മാതാജിമാരൊക്കെ ഇങ്ങനെ
രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും ആരുടെ ശിഷ്യന്മാരാണ്? ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യനാണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിനാലാണ് ഇവരെ വീണ്ടും ഇതിലേക്ക് ഉദ്ധരിച്ചത്, ഭക്തിയുത സേവനങ്ങളിലേക്കും, അതായത് അവരുടെ ഭക്തിയുത മാർഗങ്ങളിലേക്കും ഉദ്ധരിച്ചത്. പിന്നെ അതേപോലെ തന്നെ ശരീരത്തിന്റെ പറഞ്ഞു, കുലത്തിന്റെ പറഞ്ഞു. ഇനി രാജ്യം നോക്കുക. രാജ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഭക്തിയെ എങ്ങനെ മനസ്സിലാക്കാം? അതായത് നമ്മുടെ ഭാരതീയർക്ക് മാത്രമാണോ ഭക്തി പറഞ്ഞിട്ടുള്ളത്? അല്ല. അത് നമുക്ക് എങ്ങനെ മനസ്സിലായത്? ശ്രീല പ്രഭാകരൻ അല്ലെ? ശ്രീല പ്രഭാകരൻ ഇവിടെ ഇങ്ങോട്ട് പോയി അമേരിക്കയിലേക്ക് പോയി, അദ്ദേഹത്തിനുള്ള സമ്പത്തൊക്കെ അവിടെ കൊടുത്തു. എന്നിട്ട് അവിടെ എന്തായി? അതിലേറെ വലിയൊരു സമ്പത്താക്കി മാറ്റി അല്ലേ? ഭക്തിയുടെ കാര്യത്തില് സമ്പത്ത് രാജ്യമാക്കിയ ഏത് രാജ്യത്തിനെ മാറ്റി? അമേരിക്കനെ മാറ്റി അല്ലേ? അവിടെയുള്ള ഹിപ്പികളെയൊക്കെ മാറ്റി അല്ലേ? അങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പോ ഏത് ഉത്തമാധികാരി ലെവലിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഭക്തി ഒരു രാജ്യത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണോ ഭക്തി എന്ന് പറയുന്നത്? അല്ല. അപ്പൊ അതിന് ശ്രീല പ്രഭാകരനെ അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഭക്തി തീർത്ഥ സ്വാമി മഹാരാജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ബ്ലാക്ക് ലോട്ടസ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. എന്റെ ശിക്ഷ അവര് പറഞ്ഞത് കേട്ടിട്ട് പറയാണ് കേട്ടോ, കേട്ട ഓരോ ഓർമ്മയില്. അപ്പോ അദ്ദേഹം ഒരു കറുത്ത വർഗക്കാരനായിരുന്നു. ഈ ഭക്തി തീർത്ഥ സ്വാമി എന്ന് പറയുന്ന ആ ഒരു ഉത്തമ ലെവലിലുള്ള ആചാര്യൻ. അപ്പോ അദ്ദേഹം പറയാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ വെളുത്ത വർഗക്കാരായിരുന്നു. അപ്പൊ അദ്ദേഹം സേവയ്ക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഒരു വേർതിരിവ് പോലെ ഇങ്ങനെ കണ്ടപ്പോ ഇദ്ദേഹം പ്രഭാതരെടുത്ത് ചെന്നിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങളല്ലേ പറഞ്ഞത് എല്ലാവരും ആത്മാക്കളാണ്, പിന്നെ അതേപോലെ സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിവിടെ വന്നിട്ടുള്ളതും അതിന് തന്നെയാണ്. പക്ഷെ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരെല്ലാം എന്താണ്, ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുപോലെയാണ്. അവർക്കും രോഗമുണ്ട്, നിനക്കും രോഗമുണ്ട്. പറയാൻ എന്താ കാരണം? അതായത് ഒരാൾക്ക് ഒരു കൂട്ടരെ പറ്റുന്നില്ല, ഈ കൂട്ടർക്ക് മറ്റേ കൂട്ടരെയും പറ്റുന്നില്ല. പക്ഷെ ഭക്തിയുടെ കാര്യത്തിൽ നമുക്ക് എന്താണ്, രാജ്യത്തിന് അതീതമാണ് ഭക്തി എന്ന് നമുക്ക് തെളിയിച്ചു തന്ന ആളാണ് ആര്? ശ്രീല പ്രഭുപാദൻ. ഒരു സന്യാസി വര്യന് ശരിക്കും കടൽ കിടക്കാൻ പാടില്ല എന്നുള്ളൊരു ഇതുണ്ട്, നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നതാണ്. പക്ഷെ ആ ശാസ്ത്രത്തിനെയും ഭേദിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ആരാ? ശ്രീല പ്രഭാകരന്റെ ഗുരുനാഥൻ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അല്ലെ? അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത്, നിനക്ക് ഇംഗ്ലീഷ് അറിയുന്നതാണ്, അതുകൊണ്ട് നീ എവിടേക്ക് പോകണം? പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ എന്ത് ചെയ്യണം? പ്രീച്ച് ചെയ്യണം. അപ്പൊ അതിലൂടെ നമുക്ക് പ്രഭുപാദര് പറഞ്ഞത് ഭക്തി ഒരു രാജ്യത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇനി അവിടെയുള്ള ആചാര്യന്മാർ ഇവിടെ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മാറ്റി നിർത്തരുത്. ഇതില് ശ്രീല പ്രഭുപാദർ പ്രത്യേകം പറയുന്നുണ്ട്. അതായത് ഒരു ആംഗ്ലോ ഇന്ത്യൻ അമേരിക്കൻ ഭക്തന്മാരെ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ശ്രീല പ്രഭുപാദർ എന്ന് അങ്ങനെ പറയാൻ കാരണം വെച്ചാല് ശരിക്കും അമേരിക്കൻ ഭക്തന്മാര് അവരാണ് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫോർമേഷന്, അതായത് ഒരു പരിവർത്തനത്തിന് തയ്യാറായിട്ടുള്ളത്, എല്ലാം ആചരിക്കാൻ തയ്യാറായിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിട്ട് ആചരണം എന്ന് പറയുന്നത് നമ്മൾ ഭാരതത്തിലാണ്, ഭാരതീയനാണ്, ഇവിടെ എല്ലാം കാണുന്നുണ്ട്. നമ്മുടെ അടുത്ത് ഭഗവാൻ ഉണ്ടെങ്കിലും നമ്മൾ മുഖം തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ എന്താണ്, അടുത്താണ്, പക്ഷെ എങ്ങനെ നിൽക്കുന്നത്? മുഖം തിരിഞ്ഞിട്ടാണ്. ദൂരെയുള്ള ആൾക്കാര്, അതായത് പാശ്ചാത്യ രാജ്യത്തുള്ള ആൾക്കാര് ദൂരെയാണ്, പക്ഷെ അവര് ആരോടാ മുഖം തിരിഞ്ഞു നിൽക്കുന്നത്? മുഖം നേരെ പിടിച്ചു നിൽക്കുന്നത് ഭഗവാനോട് മുഖം നേരെ പിടിച്ചു നിൽക്കുന്നു. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് അവരിലേക്ക് എന്ത് നടക്കുന്നു? ട്രാൻസ്ഫോർമേഷൻ, പരിവർത്തനം പെട്ടെന്ന് നടക്കുന്നുണ്ട്. നമ്മളിൽ എന്ത് ചെയ്യുന്നില്ല? പരിവർത്തനം നടക്കുന്നില്ല. അത് രാജ്യത്തിന്റെ ഒരു കാര്യം. പിന്നെ അതേപോലെ അവിടെയുള്ള ആൾക്കാര് ആസന്റെ ഉച്ചാരണ ശുദ്ധി എന്ന് പറയുന്നത് അവര് പഠിച്ചെടുക്കാണ്. ശ്രദ്ധിക്കണം, അത് ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാര് സംസ്കൃതം പഠിച്ചെടുക്കുമ്പോ മായാപൂർ എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എന്താണ് സംസ്കൃതവും വ്യാകരണമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതം അതിനുവേണ്ടി മാറ്റിവെച്ച ആൾക്കാരാണ്. ആര്? അമേരിക്കയിലുള്ള ആൾക്കാര്. നമ്മൾ പോവും അങ്ങനെ, നമ്മള് വീട്ടില് കുട്ടികളുണ്ട്, പശു ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കൂല്ലേ? പക്ഷെ അവരെന്താണ് ചെയ്യുന്നത്? അവരുടെ ജീവിതം അവിടെ മാറ്റി വെച്ച്, ജീവിതം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജീവിതം കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് എന്താ ചെയ്യുന്നത്? സംസ്കൃതം പഠിക്കുകയാണ്.
എന്തിനാ ഈ സംസ്കൃതം പഠിക്കുന്നത്? സംസ്കൃതം കുറച്ചൊക്കെ മനസ്സിലായാലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാഗവതം, ഏറ്റവും ശ്രേഷ്ഠമായ ഭഗവത്ഗീതയൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അവർ പഠിച്ചിട്ട് വെറുതിരിക്കുകയാണോ ചെയ്യുന്നത്? അവർ പ്രചരണം ചെയ്യുന്നുണ്ട് അല്ലേ? അവർ നല്ല ഉന്നത ഭക്തന്മാരായിട്ട് പ്രചരണം ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ പ്രചരണം ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താ കിട്ടുക? നിങ്ങൾ പഠിച്ച കാര്യം വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തു നോക്കൂ, നിങ്ങൾക്കുള്ളിലൊരു ആനന്ദം ഉണ്ടാകും. അപ്പൊ എല്ലാവരും ശാസ്ത്രം വായിക്കണം, അതേപോലെ കിട്ടിയ കാര്യങ്ങൾ ബാക്കിയുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ ചേതോദർപ്പണമാർജനം എന്നൊക്കെ പറഞ്ഞില്ലേ? അതിലെന്താ കേട്ടത്? ആനന്ദാംബുദിവർധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം. എങ്ങനെ അമൃതം ആസ്വദിക്കാം? നമ്മള് ആ അമൃത് കിട്ടിയിട്ട് ആസ്വദിക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക? ആനന്ദം അല്ലേ? അതെങ്ങനെ ഉണ്ടാവുന്നത്? വെറുതെ സ്റ്റെക്കായിട്ട് നിൽക്കാണോ ആനന്ദം? അല്ല, വർദ്ധിക്കും അല്ലേ? ഇപ്പൊ ഈ മാതാജി ഒരുപാട് വീടുകളിൽ ചെന്നിട്ട് ദാമോദരാരതി ചെയ്യാം. പക്ഷെ കാണുമ്പോൾ നമുക്ക് എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിക്കും. പക്ഷെ ആ മാതാജി അനുഭവിക്കുന്ന ആനന്ദം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ വീടുകളിൽ ചെയ്യാൻ ശ്രമിക്കാം. ഈ വീടുകളിൽ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്കും ഈ ദാമോദരാരതിയെ കുറിച്ച് നമ്മൾക്ക് അറിയുന്ന ആത്മീയ കാര്യം ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ ഉണ്ടാവുക? ഇതേപോലുള്ള വർധനം ഉണ്ടാവും. എന്തിന്? ആനന്ദത്തിന്. ഓക്കെ. അപ്പൊ അതിന് ആ ആനന്ദാവധി വർധന കിട്ടുന്നതിന് വേണ്ടിയിട്ടും അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരിലും വർധനമൊക്കെ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അന്യരാജ്യക്കാർ അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യന്മാര് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നത്? ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, ഭക്തി എന്താ ചെയ്യുന്നത്? പ്രാക്ടീസ്, പരിശീലനം. നമ്മൾ അതുപോലെ പരിശീലിക്കണം, എന്നാലാണ് ഭക്തിയിൽ ഉന്നതി ഉണ്ടാവുകയുള്ളൂ. പിന്നെ അതേപോലെ തന്നെ അതൊരു കാര്യം പറഞ്ഞു. ഇപ്പോ കുലത്തിന്റെ കാര്യം പറഞ്ഞു, രാജ്യത്തിന്റെ കാര്യം പറഞ്ഞു, മതം. എന്താ ഈ മതം എന്ന് പറഞ്ഞാല്? ഇപ്പൊ നമ്മള് കേൾക്കുന്നതാണല്ലേ. അതായത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ട് അല്ലേ? മതത്തിന്റെ കാര്യത്തിലും നമുക്ക് ഭക്തനായിട്ടുള്ള, അതായത് നമ്മളുടെ മതത്തിലല്ലാതെയും ഭക്തനാവാം എന്ന് തെളിയിച്ചു തന്ന ആൾക്കാരാണ് ആരൊക്കെ? ഹരിദാസ് ഠാക്കൂർ എന്ന് പറയുന്നത്. നമ്മുടെ ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആളാണ് ആര്? ഹരിദാസ് ഠാക്കൂർ. അദ്ദേഹം മുസ്ലിം കുലത്തിലായിരുന്നു ജനിച്ചത്. പിന്നെന്തായി? കുലം അല്ലെങ്കിൽ ആ ഒരു മതത്തിലാണ് ഉണ്ടായിരുന്നത്. പിന്നെന്തായി? അദ്ദേഹം നല്ല 1,00,000 തവണ നാമം ജപിച്ച് അദ്ദേഹത്തിന് എന്താ പേര് കൊടുത്തത്? നമ്മുടെ മഹാപ്രഭു നാമാചാര്യ ഹരിദാസ് ഠാക്കൂർ കി ജയ് അല്ലേ? നമ്മള് പ്രേമധ്വനി പറയുമ്പോ പറയലില്ലേ? അപ്പൊ അത് അങ്ങനെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിന്റെ ഭാവാർത്ഥത്തിലുള്ള കാര്യം കൂടെ പറയും. ഭാവാർത്ഥത്തില് കുറെ കാര്യം പറയുന്നുണ്ട്. നമ്മളുടെ ഭക്തി ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഈ ഭക്തിയുടെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉത്തമ ആചാര്യൻ. എന്താ ഉത്തമാചാര്യൻ അല്ലെങ്കിൽ ഉത്തമാധികാരി എന്ന് പറയുന്നത് ആരാണ്? കുറച്ചും കൂടി ഉയർന്ന ലെവലിലുള്ളതാണ്. അദ്ദേഹത്തിന് എല്ലാ തത്വശാസ്ത്രങ്ങളും അതേപോലെ തന്നെ എല്ലാ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലും നിപുണനായിട്ടുള്ള ആളാണ് ആര്? ഉത്തമാധികാരി അല്ലേ? അങ്ങനെയുള്ള ഉത്തമാധികാരിയെ നമ്മള് ഉത്തമാധികാരി അതിനല്ലെങ്കിൽ അതിന് താഴെ വരുന്ന ഏതൊക്കെ 2 അധികാരികൾ അല്ലെങ്കിൽ 2 ഭക്തന്മാരെന്ന് പറയുന്നത് പറഞ്ഞേക്ക് നമ്മൾ അപരാധം ചെയ്യരുത് എന്നാണ് പിന്നെ അടുത്തൊരു പോയിന്റ് പറയുന്നത്. എന്താ ഈ അപരാധം? ഏറ്റവും വലിയ അപരാധം എന്ന് പറയുന്നത് ഏത് അപരാധം? വൈഷ്ണവ അപരാധമാണ് ഏറ്റവും വലിയ അപരാധം. അപ്പൊ ശ്രീല പ്രഭുപാദൻ നമുക്ക് ഈ വൈഷ്ണവ അപരാധത്തിനെ ഒരു പൂന്തോട്ടത്തിൽ കയറിയ മതയാനയെ പോലെയാണ് എന്നാണ് ഉപമിച്ചിരിക്കുന്നത്. എന്താ ഈ പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ? നല്ലൊരു ഗാർഡൻ, നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ. ആ ഗാർഡൻ നമ്മളിങ്ങനെ നട്ട് പൂക്കളൊക്കെ ഉണ്ടായി പുതിയ പുതിയ ചെടികൾ കൊടുത്തു വെക്കുന്നുണ്ട്, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ആന കയറി എന്തുണ്ടാവുക? മതപ്പൊട്ടി ആന കയറിയാല് അതൊക്കെ പെട്ടെന്ന് കേടുന്നു പോകും അല്ലേ? അതേപോലെയാണ് ഭക്തി. നമ്മൾ ഇതുവരെ ജഡ്ജ് കൂട്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെടുത്ത് ഉണ്ട് വിചാരിക്കും. പക്ഷെ നമ്മളൊരു വൈഷ്ണവന് അപരാധം ചെയ്ത് കഴിഞ്ഞാല് അത് എന്തിനാക്കി പോകും? നമ്മൾ അതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഇല്ലാണ്ടായി പോകും. അപ്പൊ പ്രഭുപാദര് പറയാണ്, നിങ്ങള് വൈഷ്ണവ അപരാധം ചെയ്യരുത്. പ്രത്യേകിച്ച് ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഈ വൈഷ്ണവന്മാരോട് അപരാധം ചെയ്യരുത്.
ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ അപരാധം ചെയ്യരുതെന്ന് പറയുന്നത്? ഇവിടെ പ്രത്യേകിച്ചിട്ട് കുലത്തിന്റെ അടിസ്ഥാനത്തില്, മതത്തിന്റെ അടിസ്ഥാനത്തില്, ശരീരത്തിന്റെ അടിസ്ഥാനത്തില്, പിന്നെ എന്തെങ്കിലും രാജ്യത്തിന്റെ അടിസ്ഥാനത്തില് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വേർതിരിവ് കാട്ടരുത് അവരോട്. ഈ വേർതിരിവ് കാട്ടുക എന്ന് പറയുന്നത് തന്നെയാണ് അപരാധം കേട്ടോ. അങ്ങനെ ചെയ്യരുത് എന്നാണ് നമുക്ക് പ്രഭുപാദര് പറഞ്ഞു തരുന്നത്. അതിലെ കുറച്ച് ശ്ലോകങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കോട്ട് ചെയ്യുന്നത്. നമ്മളുടെ ഭക്തി എങ്ങനെ പോകണം? അവ്യഭിചാരേണ. എന്താ അവ്യഭിചാരേണ എന്ന് പറഞ്ഞാല്? അതായത് വ്യഭിചാരം എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നിലുറയ്ക്കാത്തതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ബൈ മിസ്റ്റേക്ക് അങ്ങനെ സെറ്റ് ചെയ്യുക. അപ്പൊ ഭഗവത്ഗീതയിലത്തെ ഒരു ശ്ലോകം കോട്ട് ചെയ്തിട്ടുണ്ട്. മാംസ്യോ വ്യഭിചാരേണ ഭക്തി യോഗേന സേവത സഗുണാൻ സമതീതൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഇത് കേട്ടിട്ടുണ്ടോ ഈ ശ്ലോകം? അപ്പൊ എന്താ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഭക്തി എന്ന് പറയുന്നത് മാംസയോ അവ്യഭിചാരേണ, എന്നെ നിങ്ങൾക്ക് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഭക്തി ചെയ്യണം? അവ്യഭിചാരേണ, അതായത് ശ്രദ്ധയോട് കൂടിയിട്ട് വേറൊന്നിലേക്കും ശ്രദ്ധ ഒന്നും പോവാണ്ട് ഭഗവാനെ മാത്രം ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യണം? ഭക്തി ചെയ്യണമെന്നാണ് ആര് പറഞ്ഞു തരുന്നത്? ഭഗവത്ഗീതയില് ഭഗവാൻ പറഞ്ഞു തരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതില് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു ശുദ്ധഭക്തി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? കുറച്ച് ഡ്രൈ ആയിട്ട് പോകേണ്ട എനിക്കറിയാം, പക്ഷെ എന്താ ചെയ്യാ, ഈ ഭാവാർത്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ചും കൂടി ഉയർന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ രസകരമായിട്ട് ക്ലാസ് ഇങ്ങനെ എടുത്ത് തരുമായിരിക്കും. അല്ല, ഇത് പഠിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യണേ. തെറ്റ് ചെയ്യാതിരിക്കണേ ഈ കാര്യങ്ങൾ നമ്മൾ അറിയണം. അതുകൊണ്ട് അപ്പൊ ശുദ്ധഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറെ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? എന്താണ്? അതായത് ഇഷ്ടങ്ങളൊന്നും നിലനിർത്താതെ ജ്ഞാന കർമാദി അനാവൃതം. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ജ്ഞാനങ്ങളുണ്ട് അല്ലെ, പല ജ്ഞാനങ്ങളുണ്ട്. ആ ജ്ഞാനത്തിലൂടെ നമ്മൾ പല കർമ്മങ്ങളും ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മളുടെ ജോലി, പിന്നെ അതേപോലെ തന്നെ പദവി, അതിലൊന്നും നമ്മൾ അങ്ങനെ കുടുങ്ങി കിടക്കാതെ അതെല്ലാം ഒഴിവാക്കിയിട്ട് അങ്ങനെ ഒരു ഭക്തി നമ്മൾ ചെയ്യണം എന്നാ പറയുന്നത്. ജ്ഞാനത്തിൽ കുടുങ്ങരുത്, നമ്മളുടെ കർമ്മത്തിൽ കുടുങ്ങരുത്, പിന്നെന്താ പറയുന്നത്, അതായത് ഒരു അഭിലാഷവും ഉണ്ടാവാതെ ഭക്തി ചെയ്യുമ്പോൾ, അത് ആർക്കും അനുകൂലമായിട്ട്, കൃഷ്ണന് അനുകൂലമായിട്ട് ചെയ്യുമ്പോൾ ആ ഭക്തിയാണ് എന്ത് പറയുന്നത്? ഉത്തമ ഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ഉത്തമ ഭക്തി, ഈ ഉത്തമ ഭക്തിയില് നിപുണനായിട്ടുള്ള ആൾക്കാരാണ്. അതായത് അത് കറക്റ്റായിട്ട് വേറൊന്നിലും എന്താ പറയാ അൺക്ലിഞ്ചിങ് പറയാം, വേറൊന്നിലേക്കും ആട്ടമില്ലാണ്ട് ഭക്തി ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഉത്തമ ഭക്തി. അങ്ങനെ ആ ഉത്തമ ലെവലിലേക്ക് നമ്മൾക്ക് എത്താൻ കഴിയുന്ന പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് പ്രധാനമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. നമ്മളെല്ലാവരും പല പല വീടുകളിൽ നിന്ന്, പല പല മേഖലകളിൽ നിന്ന് വരുന്ന ആൾക്കാരല്ലേ? ഒരാൾ ചെയ്യുന്ന ജോലിയാണോ മറ്റൊരാൾ ചെയ്യുന്നത്? അല്ല, എല്ലാരും ഉറങ്ങാൻ തുടങ്ങി. ഒരാൾ ചെയ്യുന്ന ജോലിയാണോ മറ്റൊരാൾ ചെയ്യുന്നത്? അപ്പൊ ഓരോ ആൾക്കാർക്കും നമ്മളുടെ ജ്ഞാനത്തിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ? ഇല്ലേ? ഉണ്ടായിരിക്കും. അപ്പോ അതനുസരിച്ചിട്ട് ഒരു ഭക്തനെ നമ്മൾ വിലയിരുത്താനോ കാണാനോ പാടില്ല. എന്നാണ് നമ്മുടെ ഉള്ളിലുള്ള അറിവ്. അപ്പൊ നമ്മള് തീർച്ചയായിട്ടും മനസ്സിലാക്കണം, ഞാന് ആരുമല്ല, ഞാൻ പൂർണ്ണനല്ല എന്ന് മനസ്സിലാക്കണം ആദ്യം. എന്നിട്ട് നമ്മുടെ അറിവ് വെച്ചിട്ട്, ഈ നമ്മുടെ അറിവ് എന്ന് പറയുന്നത് എന്താണ്? ഭൗതികമായ അറിവ് എന്നാണ് പ്രഭുപാദർ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ അതാ പറഞ്ഞത്, നമ്മൾ പല വീടുകളിൽ നിന്നാണ്, പല ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ അറിവ് വെച്ചിട്ട് ഒരു ഭക്തനെ എന്ത് ചെയ്യാൻ പാടില്ല? വിലയിരുത്താൻ പാടില്ല. ഓക്കെ, ചില ആൾക്കാര് വിചാരിക്കും, ഇപ്പോ കണ്ണന് പല രീതിയിൽ സേവനം ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, സേവ ചെയ്യുക, ഭക്തിയുത സേവനം ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അവര്, ആ ഭക്തനും ആ കണ്ണനും തമ്മിലാണ് അവിടെ ബോണ്ടിങ്, അതായത് അടുപ്പമുള്ളത്. മനസ്സിലായോ? അതിൽ കയറിയിട്ട് നമുക്ക് ഇടപെടാൻ പറ്റില്ല. അവര് തമ്മിൽ കെട്ടിയിട്ടുള്ള ഒരു കുടുക്ക്, അതായത് അവര് തമ്മിലുള്ള ഒരു കണക്ഷൻ, ആ കണക്ഷന് നമ്മൾ പോയി ഇടപെട്ട് കഴിഞ്ഞാല് ആ കെട്ട് നമുക്ക് ഒരിക്കലും അഴിക്കാൻ പറ്റില്ല. ആ കെട്ട് ആർക്ക് മാത്രമേ അഴിക്കാൻ പറ്റൂ? ആ ഭക്തന് മാത്രമേ അഴിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ആ കെട്ട് എന്ന് പറഞ്ഞാൽ ആ കെട്ടിനുള്ളിൽ എന്തൊക്കെയാണ്? ആ കണ്ണനും ആ ഭക്ത അല്ലെങ്കിൽ ആ ഭക്തന് തമ്മിലുള്ള സംസാരം, അതായത് അവര് തമ്മിലുള്ള സംസാരം, അത് ചെയ്തു കൊടുക്കുന്ന സേവനം. മനസ്സിലായോ? ഇപ്പൊ കണ്ണന് ചില ആൾക്കാരൊക്കെ പിന്നെ പാത്രത്തില് ചോറൊക്കെ എടുത്ത്
ഉരുട്ടി കണ്ണന് വായിൽ വെച്ച് കൊടുക്കും അല്ലേ. ഇങ്ങനെ ഓരോ ആൾക്കാരും അവർക്ക് എങ്ങനെയാണോ കണ്ണനെ കാണാൻ കഴിയുന്നത് അതിനനുസരിച്ചിട്ടാണ് സേവനം ചെയ്യുക അല്ലേ. ചില ആൾക്കാർക്ക് മാല കെട്ടാനായിരിക്കും, ചില ആൾക്കാർക്ക് നല്ല രീതിയിൽ കീർത്തനം ചൊല്ലാനായിരിക്കും. അപ്പൊ ചില ആൾക്കാർക്ക് അവരെന്താ കീർത്തനം മാത്രം ചൊല്ലുന്നത്, പക്ഷെ ആ കീർത്തനത്തിൽ അവര് ആനന്ദിക്കുന്നു, മാല കിട്ടുന്നതില് ആനന്ദിക്കുന്നു. പിടികിട്ടിയ അങ്ങനെ നമ്മൾ ഒരാള് ഭക്തി ചെയ്യുമ്പോൾ അതില് എന്ത് കാണാൻ പാടില്ല, അതില് കുറ്റം കാണാൻ പാടില്ല, പിന്നെ അതിന് അഭിപ്രായവും പറയാൻ പാടില്ല. ഞാൻ നല്ലൊരു ഉദാഹരണം ഉണ്ട്. തുലി ജഗന്നാഥ ക്ഷേത്രം ഉണ്ടല്ലോ, തുലി ജഗന്നാഥ ക്ഷേത്രത്തിലെ പാണ്ഡാസാണ് ഈ ജഗന്നാഥനെ എങ്ങോട്ട് കൊണ്ടുവരിക. ഈ പിന്നെ രഥയാത്രയ്ക്കും പിന്നെ അതേപോലെ തന്നെ അവിടെ പനി പിടിച്ച് സ്നാനയാത്ര എന്ന് പറയും. ഭഗവാന് പനി പിടിച്ചിട്ട് കുറച്ച് ദിവസം ഇല്ലേ, ഒരാഴ്ചയിട്ട് അങ്ങനെ കിടപ്പിലാവും. നമ്മൾ സൗത്ത് ഇന്ത്യയിലൊക്കെ പോയി കണ്ടിട്ടില്ലേ പനി പിടിച്ചിട്ട്. അപ്പോഴും ഈ പനി പിടിച്ച് ജഗന്നാഥനെ അവിടെയുള്ള പാണ്ഡാസ് അടിച്ചിട്ടൊക്കെ കൊണ്ടുപോവുക. അത് കണ്ടു. ഇത് ആരാന്നറിയോ കണ്ടത്? രാമാനുജാചാര്യ. രാമാനുജാചാര്യന്റെ ശരിക്കുള്ള സ്ഥലം ശ്രീരംഗം. അപ്പൊ ഇദ്ദേഹം ഭയങ്കര തത്വശാസ്ത്രത്തിലൊക്കെ ഭയങ്കര എന്താ പറയാ, അവര് ലക്ഷ്മീനാരായണനെ ഉപാസിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ ചിട്ടവട്ടങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുള്ളതാണ് ആര്? രാമാനുജാചാര്യൻ. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ പോയി അവിടെ കണ്ട ജഗന്നാഥപുരിയിൽ പോയപ്പോ ഈ ജഗന്നാഥനെ അതാ അടിച്ചിട്ട് കൊണ്ടുപോകുന്നു. എണീക്ക് എന്ന് പറഞ്ഞിട്ട് 2 അടി ചാട്ടവാറായിട്ട് നടക്കണം. അവര് തള്ളിയിട്ട് ജഗന്നാഥൻ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പിന്നെന്ന് തള്ളും. ഇതൊക്കെ കണ്ടപ്പോ രാമാചാര്യക്ക ഭഗവാനെയാണോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ പാണ്ഡവരെ അവര് ഉപദേശിച്ചു. ശ്രദ്ധിക്കണം, അവിടെ ഉപദേശിച്ചു അല്ലേ. അപ്പൊ ആരാ ഉപദേശിച്ചത്? രാമാനുജാചാര്യൻ. ഇങ്ങനെയൊന്നും ഭഗവാനെ ചെയ്യാൻ പാടില്ല. ഭഗവാൻ നല്ല രീതിയിൽ ആരതിതായിട്ട് അന്ന് താഴ്ന്നു വഴങ്ങി ആ കണ്ണനെ അതായത് ജഗന്നാഥൻ അവിടുന്ന് ഇരിപ്പിടത്തിലേക്ക് മാറ്റണം. ഡ്രസ്സ് ഇടുമ്പോ കൈയിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഇടാൻ പാടില്ല. ഭഗവാൻ ആരാണ്? അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ജഗന്നാഥൻ. അപ്പൊ കൈയിന്റെ മുകളിൽ കയറിക്കാൻ പാടില്ല. ഇനിയിപ്പോ തലയിൽ തൊപ്പി അവിടെ ജഗന്നാഥന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതലാണ്, സാധാരണ വിഗ്രഹമല്ല. അപ്പൊ ജഗന്നാഥന്റെ തൊപ്പിയൊന്നും അങ്ങനെ ഇടാൻ പാടില്ല. കൈയിന്റെ മുകളിൽ കയറി നിൽക്കുക. പിന്നെ അതേമാതിരി തോട്ടിയിട്ട് കുത്തിയിട്ടൊന്നും തൊപ്പി ശരിയാക്കാൻ പാടില്ല. അതിനായിട്ട് നമ്മള് ഒരു സ്റ്റൂളൊക്കെ വെച്ച് അങ്ങനെ കുറെ ഉപദേശങ്ങൾ ആര് കൊടുത്തു? രാമാനുജാചാര്യന് കൊടുത്തു. പാണ്ഡാസിന് ഇതൊക്കെ കേട്ടപ്പോ വിഷമായി. പാണ്ഡാസ് എന്ന് പറയുന്നത് അവിടെയുള്ള പൂജാരിമാരെയാണ് എന്ത് പറയുന്നത്? പാണ്ഡാസ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഒരാൾക്ക് ഇഷ്ടായില്ല. ആർക്കത്? ജഗന്നാഥന് ഇഷ്ടായില്ല. ജഗന്നാഥൻ എപ്പോഴും എന്താണ്, തന്റെ ഭക്തന്മാരെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ ചീത്ത പറഞ്ഞാലൊന്നും ആർക്കും ഇഷ്ടാവില്ല. നമ്മുടെ ജഗന്നാഥന് ഇഷ്ടാവില്ല അല്ലെ. രാമയെ ഭക്ത പ്രണശ്ശേരി എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. എന്നതുപോലെ ഇവിടെ അത്രയ്ക്കൊന്നും കൂടുതലല്ല കേട്ടോ, കാരണം രാമാനുജാചാര്യനും ഭക്തനാണ്. പക്ഷെ എന്താ ഞാൻ പറഞ്ഞില്ല, പിന്നെ നമ്മുടെ രാമാനുജാചാര്യ രാത്രി കിടന്നു ഉറങ്ങിയിട്ട് എണീറ്റപ്പോ ആള് ശ്രീരംഗത്താണ്. ഞാൻ ഇങ്ങനെ കണ്ടതൊക്കെ സ്വപ്നാണോ? എന്താ ജഗന്നാഥൻ പണി കൊടുത്തു ആർക്ക്? രാമാനുജാചാര്യർക്ക് പണി കൊടുക്കാന്ന് പറയുമ്പോ എന്താണ്? എന്റെ ഭക്തന്മാരെ ഞാൻ അങ്ങനെ ഉപദേശിക്കണ്ട, എന്റെ ഭക്തന്മാരെ അടിച്ചാല് ഞാനത് കൊള്ളും, എന്റെ ഭക്തന്മാരെ കഴിമ കയറുന്ന ഞാനത് ആസ്വദിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഭക്തനെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അഭിപ്രായം പറയരുത്, കുറ്റം പറയരുത്. അതൊക്കെ എന്തിലേക്ക് മാറ്റും? അവിടെ പറയുന്നത് ഹാത്തി എന്നാണ്, മജ്ജഗത അപരാധം. ഇവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, കറക്റ്റ് പറഞ്ഞു കേട്ടോ. ഹാത്തി മാത എന്നാണ് പറയുന്നത്. ഹാത്തി മാത എന്ന് പറഞ്ഞാല് മതം പൊട്ടിയ ആന കേട്ടോ, അതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള അപരാധത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ഇരുത്താനും പാടില്ല, തരംതിരിക്കാനും പാടില്ല. അതാണ് ഈ ശ്ലോകത്തിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക? നമ്മളുടെ ഭക്തിയില് ഒരു ഭക്തനാണ് കേട്ടോ, ഇനി ഒന്നും അറിയാത്ത ആളാണ് പറഞ്ഞാൽ കുഴപ്പമില്ല. ഭക്തന്മാരിങ്ങനെ ചെയ്യുമ്പോഴേ കുഴപ്പമുള്ളൂ. നാമൊക്കെ ചെല്ലുന്ന ആൾക്കാര്, ദീക്ഷ എടുത്തിട്ടുള്ള ആൾക്കാര് വേറൊരു വൈഷ്ണവനെ എന്ത് ചെയ്യാൻ പാടില്ല, ഇതുപോലെ തരംതിരിവാക്കുക, അവര് ചെയ്യുന്ന കാര്യങ്ങളിൽ കുറ്റം കുറവും കാണാൻ നിൽക്കുക, അങ്ങനെ പാടില്ല എന്നാ പറയുന്നത്. പക്ഷെ നമ്മൾ ശിക്ഷാഗുരുവിൽ നിന്നും പിന്നെ അതേപോലെ തന്നെ ദീക്ഷാഗുരു തരുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പാലിക്കണം. അതിനിവിടെ തരംതിരിവ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറി നിൽക്കുക, അങ്ങനെ അത് ഒരു ഒഴിവുകൾ, അതായത് കുട്ടിക്ക് സ്കൂളിൽ പോകുമ്പോൾ പനിയാണെന്ന് പറഞ്ഞ പോലെ അങ്ങനെയല്ല. വയറുവേദന ഒരു നാട്യമായിട്ട് കാണിക്കല്ലോ, അങ്ങനെ കപടമായിട്ട് നമ്മൾ കാണിക്കരുത്.
നമ്മളെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ സ്വീകരിക്കണം. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് വേറൊരാളുടെ ഭക്തിയിൽ കയറിയിട്ട് ഇടപെടാതിരിക്കുക. ശരിക്കും ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ഇതിന് മുന്നേ ഒരു ക്ലാസ് എടുത്തിരുന്നല്ലോ ശ്യാമളമാതാജി എടുത്ത് അല്ലേ. അതായത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എന്താണോ ഒരു ബന്ധം ഉണ്ടാവുക, അതുപോലെയാണ് ഈ ഭക്തിയുടെ സേവനം എന്ന് പറയുന്നത്. കൃഷ്ണനും പിന്നെ അതേപോലെ തന്നെ ഭക്തനും അവര് തമ്മിൽ എന്തെല്ലാം രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവരെന്ത് ചെയ്തത് ബാക്കിയുള്ളവരോട് വെളിവാക്കില്ല. അതുപോലെ ഭക്തന്മാരും അപ്പൊ ഭക്തിയുടെ സേവനമൊക്കെ ചെയ്യുമ്പോൾ ഭഗവാനിൽ നിന്ന് ഇതുപോലെ ഒരുപാട് അനുഭവം ഉണ്ടായിരിക്കും. ആ അനുഭവം എന്ത് ചെയ്യരുത്, പുറത്ത് പറയാതെ അവരെന്ത് ചെയ്യണം, സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിക്കുമ്പോഴാണ് അവർക്ക് എന്തെന്താ ആനന്ദാഭൂതി ഉണർത്തുന്നത്. ഓക്കെ. പിന്നെ ഈ ശ്ലോകത്തിൽ ഒരു പ്രധാന കാര്യം പറയുന്നുണ്ട്, നമ്മളെ ഭക്തിയെ തളർത്തുന്നത് അസൂയയാണ്. എല്ലാവർക്കും ഉണ്ട് ഈ സംഭവം അസൂയ എന്ന് പറയുന്നത് അല്ലേ. ആ അസൂയ എന്ത് ചെയ്യും, ഒരുവന്റെ ഭക്തിയെ തളർത്തും. ഇപ്പൊ ഒരു ഉത്തമാധികാരി ആയിക്കോട്ടെ, അദ്ദേഹം അല്ലെങ്കിൽ ഗോസ്വാമിയുടെ എന്താ ഗോസ്വാമി പറഞ്ഞ അർത്ഥം? ഇന്ദ്രിയങ്ങളെ. ഗോ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം, സ്വാമി എന്ന് പറഞ്ഞാല് നിയന്ത്രിച്ചവൻ. അപ്പൊ ഗോസ്വാമി പറഞ്ഞ ഗോസ്വാമി പദത്തിൽ എത്തിയിട്ടുള്ള ഒരാൾക്കും ഞാൻ ഈ പദത്തിലാണ് ഇരിക്കുന്നത്, അതായത് ആ ഒരു പോസ്റ്റ് അതിലാണ് ഇരിക്കുന്നത് എന്ന് അയാൾ ചിന്തിച്ചു. അയാൾ എന്താണ് പിന്നെ പതനത്തിലേക്കാണ് പോവുക. എന്നതുപോലെ തന്നെയാണ് എന്ത് പറയുന്നതും ഈ അസൂയ. ഒരു ഭക്തന് വേറൊരു ഭക്തന്റെ ഉന്നതി കണ്ടാൽ അതിലെന്ത് പാടില്ല, അസൂയ പാടില്ല. അങ്ങനെ എന്നാണോ അസൂയ ഉണ്ടാകുന്നത് അന്ന് ആരാണോ അങ്ങനെ ചിന്തിച്ചത് അവർക്ക് പതനം സംഭവിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് ശാസ്ത്രത്തിൽ ആരെങ്കിലും ഉദാഹരണം പറയാൻ പറ്റുമോ? അസൂയ ഒരു ഭക്തൻ വരുന്നില്ലേ? നമ്മുടെ സുസ്മിത മാതാജി ഇങ്ങനെ കുറേ ക്ലാസ്, അതായത് രാമന് അവകാശം കൊടുക്കാന്ന് പറഞ്ഞപ്പോ, അതായത് പിന്നെ എന്താ പറയാ രാജാവിന്റെ പോസ്റ്റ് കൊടുക്കാന്ന് പറയുമ്പോ അവിടെ ആരൊക്കെയായിരുന്നു അസൂയ വന്നത്? മന്ദരക്ക് അല്ലേ. മന്ദര. അതിനെ കൂട്ടുപിടിച്ചാ പിന്നെ ആരുണ്ടായത്? കൈവേലി അല്ലേ. അത് പോയില്ലേ പിന്നെ ആണ് പറയുന്നത്. ആ ഒരു ഉദാഹരണം എല്ലാവർക്കും അറിയുന്നത്, പിന്നെ അതിന് കൂടുതൽ പറയാനില്ല. അപ്പൊ നമ്മൾ അസൂയ പാടില്ല. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ഇതെന്തായിരുന്നു, നമ്മളാരിലും കുറ്റം കാണാൻ പാടില്ല. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ എന്താ പരന്തിരിവും പാടില്ല. ആരൊക്കെ തമ്മില്? ഭക്തന്മാരുടെ പ്രവൃത്തികൾ കണ്ടിട്ട് അതില്. പിന്നെ അതേപോലെ തന്നെ കുലം ഒരു മെയിനായിട്ട് ഒരു ഇത് പറഞ്ഞാല് നമ്മളൊരാളുടെ വിദ്യാഭ്യാസം. ഇപ്പൊ ഒരാള് എഞ്ചിനീയറാണ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറാണ്, ടീച്ചറാണ് എന്ന് വിചാരിച്ചിട്ട് ഭക്തിയില് പെട്ടെന്ന് ഒന്ന് അടിച്ചു കയറിയിട്ട് ഞാൻ അതാണ് ഇതാണ് അവരുടെ പദവി പറഞ്ഞിട്ട് ഭക്തി ആചരിക്കാൻ പറ്റുമോ? ഇല്ല. അതിലെന്ത് തന്നെ വേണം, നമ്മള് രൂപാനുകാസം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എന്ന മനസ്സുണ്ടായിരിക്കും. അപ്പോഴാണ് എന്താവുക, ഈ പദവിയൊക്കെ നമ്മൾ മാറ്റിയിട്ട് എന്ത് കിട്ടുള്ളൂ, നമുക്ക് ഭക്തി കിട്ടുകയുള്ളൂ. അപ്പോൾ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജിന്റെ ഗുരുനാഥൻ ആരായിരുന്നു? ഗൗരകിഷോരെ ബാബാജി ദാസ് അല്ലേ. അപ്പൊ അദ്ദേഹത്തിന് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നോ? അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല. പക്ഷെ ആളെന്താണ്, നല്ല ശുദ്ധ ഭക്തനാണ് അല്ലേ. ഈ ഭക്തന് ഇങ്ങനെ ഒരു ഭക്തൻ ഉണ്ട് എന്ന് ആര് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഈ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജിന്റെ അച്ഛൻ തന്നെയാണ് പറയുന്നത് അല്ലെ. ഭക്തി വിനോദ് ഠാക്കൂർ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അച്ഛൻ അവിടെ എന്താ ചെയ്യുന്നത്? ഭക്തി കിട്ടാൻ വേണ്ടിയിട്ട് ഭക്തി സിദ്ധാന്ത ഗോസ്വാമി മഹാരാജും എന്താണ് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് അല്ലെ. വിദ്യാഭ്യാസം ഉണ്ട്, പക്ഷെ ആരിൽ നിന്നാണ് ദീക്ഷ എടുക്കാൻ പറയുന്നത്? എഴുത്തുമായൊന്നും അറിയാത്ത ആളിൽ നിന്ന്. അപ്പൊ അവിടെ ആ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഭക്തിക്ക് ഒരു തടസ്സമാണോ അവിടെ? അല്ല. വിദ്യാഭ്യാസം ഒന്നും അല്ല കാര്യം. എന്താ വേണ്ടത്? സറണ്ടറിങ് മെന്റാലിറ്റിയാണ് വേണ്ടത്. സറണ്ടറിങ് മെന്റാലിറ്റി എന്ന് പറഞ്ഞാല് ഒരാൾക്ക് ശരണാഗതി. ഒരു ഗുരുവിനെ സ്വീകരിക്കുമ്പോഴും നമ്മൾക്ക് എന്ത് വേണം? ഈ ഒരു സറണ്ടറിങ് മെന്റാലിറ്റി വേണം. ആ ഗുരുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ പഠിക്കണം അല്ലെ, എന്താണ് സറണ്ടറിങ് എന്നുള്ളത്. ചെറുതായിട്ടെങ്കിലും, എല്ലാവർക്കും ഇപ്പൊ കംപ്ലീറ്റ് സറണ്ടറിങ് ഒന്നും പറ്റില്ല. അതേപോലെ പിന്നെ അത് ആരിലേക്കാണ് പ്രാക്ടീസ് പോകേണ്ടത്? അത് ഭഗവാനിലേക്ക്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പഠിച്ച് ശീലിക്കുകയാണ്, അല്ലെങ്കിൽ ചെയ്ത് ശീലിക്കുകയാണ് അല്ലെ. എന്താ ചെയ്ത് ശീലിക്കുന്നത്? ഭക്തിഗത സേവനങ്ങൾ.
അത്യുത സേവനങ്ങൾ മാത്രം മതിയോ? ഇല്ലേ? എന്തൊക്കെ പറഞ്ഞത്? മനസ്സ്, ബുദ്ധി, പിന്നെന്താണ്? ശരീരം. ശരീരം ശുദ്ധീകരിക്കാനാണ് സേവനങ്ങൾ. മനസ്സ് ശുദ്ധീകരിക്കാൻ എന്ത് വേണം? നാമജപം. ബുദ്ധി ശുദ്ധീകരിക്കാൻ എന്ത് വേണം? നമ്മള് ശാസ്ത്രങ്ങൾ വായിക്കണം. അപ്പൊ ഈ ശാസ്ത്രങ്ങളിലെ പ്രധാനം ഭഗവത്ഗീത, ഭാഗവതം, ഇപ്പൊ വായിക്കണ ഉപദേശാമൃതം, ഇതൊക്കെ എന്താണ്? പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യം കൂടി പറയാം. ശ്രീല പ്രഭുപാദരുടെ ഒരു ഭാവാർത്ഥം, ഏതെങ്കിലും ഒരു ഭാവാർത്ഥം പ്രഭുപാദർ എഴുതിയിട്ടുള്ള ഏതെങ്കിലും ശ്ലോകത്തിന്റെ, ഭാഗവതത്തിലായിക്കോട്ടെ, ഭഗവത്ഗീതയിലായിക്കോട്ടെ, ഉപദേശാമൃതത്തിലായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് അദ്ദേഹത്തിന്. ഏതെങ്കിലും ഒരു ശ്ലോകത്തിന്റെ ഒരു ഭാവാർത്ഥം ഒരാൾ വായിച്ചു കഴിഞ്ഞാല് അയാളുടെ ജീവിതത്തില് ആരാണോ വായിച്ചത് അയാളുടെ ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യം, അൾട്ടിമേറ്റ് ഗോൾ എന്ന് തിരിച്ചറിയാൻ പറ്റും. മനസ്സിലായോ? ഒരു ശ്ലോകത്തിന്റെ ഒരു ഭാവാർത്ഥത്തിലൂടെ അത് എന്താ പറയുക, അതിങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഒരു ഭാവാർത്ഥം, ഏതെങ്കിലും ഒരു ശ്ലോകത്തിന്റെ ഭാവാർത്ഥം വായിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാവും. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ആ പുസ്തകം വിടുവോ? ഇല്ല.